എല്ലാവർക്കും നമസ്കാരം. പ്രെപ്പ് ടുഗദർ ക്ലാസ്സസിൻ്റെ ഡിഗ്രി ലെവൽ സ്പെഷ്യൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ പ്രിയാമ്പിളിനെ കുറിച്ച് പഠിച്ചു തുടങ്ങി അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്. ആ ഡോക്യുമെന്റിനെ പവർഫുൾ ആക്കുന്നത് അതിലത്തെ ഓരോ വേർഡ്സുമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വേർഡ്സും എടുത്ത് അതിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു നമ്മൾ അല്ലേ? ഇന്നലെ സെക്യുലർ വരെയുള്ള വേർഡ്സ് നമ്മൾ നോക്കി. ഇന്ന് നമ്മൾ മറ്റ് വേർഡ്സിലോട്ട് പോവാണ്. അപ്പോൾ അടുത്ത വേർഡായിട്ട് വരുന്നത് ഡെമോക്രാറ്റിക് എന്നുള്ള വേർഡാണ്. ഡെമോക്രസി, ജനാധിപത്യം, നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ് അല്ലേ? ഇവിടെ ഒരു ജനാധിപത്യമുള്ള രാജ്യമാണ്, ഞങ്ങൾ ജനങ്ങൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പവർ ഉള്ളതെന്ന് പറയാറുണ്ട് നമ്മൾ എപ്പോഴും. ഇവിടെ നമ്മളുടെ പ്രിയാമ്പിൾ വായിച്ചു തുടങ്ങുമ്പോഴും അത് സിഗ്നിഫൈ ചെയ്യുന്നുണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, പവർ എവിടെ നിന്നാണ് വരുന്നത്? ജനങ്ങളിൽ നിന്നാണെന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ജനാധിപത്യം, പോപ്പുലർ സോവറിനിറ്റി, സർവാധികാരം ഈ രാജ്യത്തിനുണ്ടെങ്കിൽ ആ അധികാരം ജനങ്ങളുടെ കയ്യിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അപ്പോൾ ആ പോപ്പുലർ സോവറിനിറ്റി എക്സസൈസ് ചെയ്യാൻ പല രീതികളുണ്ട്. പല രീതികളിൽ നമുക്ക് ആ ഒരു ജനാധിപത്യം നടത്തിക്കൊണ്ട് പോവാം. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ളതായിരിക്കാം, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതായിരിക്കാം. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ജനങ്ങൾ നേരിട്ടായിരിക്കും ഭരണം നടത്തുന്നുണ്ടാവുക. വേറെ ആരെയും ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടൊന്നും വെക്കണമെന്നില്ല. ഇത് സ്വിറ്റ്സർലൻഡിൽ ഇതുപോലത്തെ സിസ്റ്റം ഒക്കെ നടത്തുന്നുണ്ട്. അത് പല മെത്തേഡ്സിലൂടെയാണ് അവർ നടത്തുന്നത്. അവർക്ക് പല മെത്തേഡ്സ് ആയിട്ടുള്ളത് റെഫറൻഡം എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. റെഫറൻഡം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ബില്ലൊക്കെ നമ്മൾ സാധാരണ പാസ്സാക്കില്ലേ, അത് പാർലമെന്റിലല്ല പാസ്സാക്കാറ്. പാർലമെന്റിൽ പാസ്സാക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത മെമ്പേഴ്സ്, നമ്മളുടെ മെമ്പേഴ്സ്, റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ ഇരുന്ന് പാസ്സാക്കാറല്ല പതിവ്. ഈ ഒരു ഡയറക്റ്റ് ഡെമോക്രസിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബില്ല് നമ്മൾ ജനങ്ങളിലോട്ട് തന്നെ തരിക. അപ്പോൾ ജനങ്ങളിലോട്ട് തന്നിട്ട് നമ്മൾ വോട്ട് ചെയ്യും. ഇത് വേണോ, പാസ്സാക്കണോ, പാസ്സാക്കണ്ടയോ എന്നൊക്കെ നമ്മൾ വോട്ട് ചെയ്യും. എന്നിട്ട് തീരുമാനിക്കും. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ മെജോറിറ്റി പറയുകയാണ് ഇത് പാസ്സാക്കിക്കോ എന്ന് പറയുകയാണെങ്കിൽ നേരിട്ട് ജനങ്ങളിലൂടെ റെഫറൻഡം വഴി ആ ബില്ല് പാസ്സാക്കും. പിന്നെ ഇനീഷ്യേറ്റീവ് എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. ഇപ്പം നമുക്ക് വനിതാ ബില്ലിനെ കുറിച്ച് നമ്മളുണ്ട്, പാർലമെന്റിൽ പാസ്സാക്കിയ വനിതാ ബില്ല്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വലിയൊരു ആവശ്യം വരുന്നില്ല. കാരണം 50% പോപ്പുലേഷൻ വനിതകളാണ്. എന്നിട്ടും അവർക്ക് ഒരു 15% ഇപ്പോഴും റെപ്രസെൻറ്റേഷനൊക്കെ ഉള്ളത്. 33% റിസർവേഷൻ വഴി കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. അവർ 50% ഉണ്ട് കേട്ടോ പോപ്പുലേഷനിൽ, എന്നിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ശരിക്കും നമ്മളുടെ ആവശ്യമായിരുന്നു. ഇപ്പോൾ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഭരിക്കുന്ന ഗവൺമെൻറ് ആണ് അത് മുന്നോട്ട് കൊണ്ടുവന്നത്. നമുക്ക് ജനങ്ങൾക്ക് തന്നെ ഇങ്ങനെ ഒരു ഡയറക്റ്റ് ഡെമോക്രസി ഉണ്ടായിരുന്നെങ്കിൽ ഇനീഷ്യേറ്റീവ് വഴി ആ ബില്ല് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ജനങ്ങൾ പറയും ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കും, നമുക്ക് ഇങ്ങനെ ഒരു ബില്ല് വേണം എന്നും പറഞ്ഞ് ആ ഒരു ബില്ല് കൊണ്ടുവരാനുള്ള അധികാരവും ഡയറക്റ്റ് ഡെമോക്രസിയിലുണ്ട്. പിന്നെ ഡയറക്റ്റ് ഡെമോക്രസിയിലെ മറ്റൊരു സിസ്റ്റം എന്ന് പറയുന്നത് റീകോളാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു റെപ്രസെൻറ്റേറ്റീവോ ഏതെങ്കിലും ഒരു പൊസിഷനിലിരിക്കുന്ന വ്യക്തിയോ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അവരെ റീകോൾ ചെയ്യാം. ജനങ്ങൾ ഒരുമിച്ച് വന്നിട്ട് ഇങ്ങനെ ഒരു റീകോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിസ്റ്റത്തിൽ വഴിയിട്ട് അവർ പറയാണ്, കൂടുതൽ പേരും പറയാണ് നമുക്ക് ഇന്ന ആളെ തിരിച്ചു കൊണ്ടുവരണം, തിരിച്ചയക്കണം, ആളെ ഇനി ജോലി ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ ആ റീകോൾ വഴിയും ഡയറക്റ്റ് ഡെമോക്രസിയിൽ പോപ്പുലർ സോവറിനിറ്റി, അതായത് ജനങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റും. പിന്നെ വേറൊരു സിസ്റ്റം കൂടി ഉണ്ട്, പ്ലെബിസിറ്റ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബില്ല് കൊണ്ടുവരാൻ പോവാണ്, അപ്പോൾ ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരണോ എന്നുള്ള ഒപ്പീനിയനൊക്കെ ചോദിക്കാനും പ്ലെബിസിറ്റ് എന്നുള്ള മെത്തേഡിലൂടെ പറ്റും. അപ്പോൾ ഇത് സ്വിറ്റ്സർലൻഡ് പോലത്തെ രാജ്യങ്ങളിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ഒരു ഡയറക്റ്റ് ഡെമോക്രസി മാത്രമാണ് അവിടെ ഉള്ളതെന്നൊന്നുമല്ല, ഇങ്ങനത്തെ സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മൊത്തത്തിൽ ഉപയോഗിക്കുന്നത് ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. ഇത് തന്നെയാണ് മിക്ക രാജ്യങ്ങളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയിലായാലും എവിടെയായാലും ഇൻഡയറക്റ്റ് ഡെമോക്രസി തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ജനങ്ങൾക്ക് നേരിട്ട് അധികാരം എക്സസൈസ് ചെയ്യാന്നുള്ളത് എളുപ്പമല്ല അല്ലേ? കാരണം കുറേ അധികം ഉണ്ട്. ഇപ്പം ഇന്ത്യ നോക്കുമ്പോൾ തന്നെ എത്രയോ കോടി ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. എല്ലാവരുടെയും വോട്ടിംഗ് വഴി ഓരോ ബില്ലും പാസ്സാക്കാൻ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ബില്ലും പാസ്സാവാൻ പോകുന്നില്ല അല്ലേ? ഇപ്പോൾ എലക്ഷൻ തന്നെ വലിയ ഒരു ചിലവുള്ള പരിപാടിയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ, ജനങ്ങൾക്ക് നേരിട്ട് അവരുടെ അധികാരം സ്ഥാപിക്കുക എന്നുള്ളത് എളുപ്പമല്ല. പിന്നെയും ഈ ഗ്രാമസഭയിലൊക്കെയാണ് കുറച്ചെങ്കിലും നമുക്ക് നേരിട്ട് നമ്മളുടെ കാര്യങ്ങൾ പറയാനുള്ള അവസരമൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. ഈ ഒരു ഇൻഡയറക്റ്റ് ഡെമോക്രസിയിൽ തന്നെ പല മെത്തേഡ്സ് ഉണ്ട്. ഇൻഡയറക്റ്റ് ഡെമോക്രസിയിൽ പ്രസിഡൻഷ്യൽ റൂൾ ഉണ്ട്. പ്രസിഡൻഷ്യൽ റൂൾ എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് ആണ് ഹെഡ്, പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ. പാർലമെന്റിന് അവിടെ വലിയ സ്ഥാനമൊന്നുമില്ല. ഇത് പല സ്ഥലത്തും പല പേരുകളൊക്കെ ഉണ്ട്. പാർലമെന്റിന് തന്നെ പല പേരുകൾ പല രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പൊ അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ സിസ്റ്റം ആണുള്ളത്. അവിടെ പ്രസിഡന്റ് ആണ് ഹെഡ്.
പ്രസിഡന്റിന്റെ താഴെ മിനിസ്റ്റേഴ്സ് പോലെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്യാൻ പ്രസിഡന്റ് കുറച്ച് പേരെ നിയമിക്കും. അവരൊന്നും പാർലമെന്റിലെ മെമ്പേഴ്സ് പോലും ആവണ്ട. നമ്മുടെ പ്രസിഡന്റ് ഒരു കാര്യത്തിലും പാർലമെന്റിനോട് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. പാർലമെന്റ് വെറുതെ അവിടെ നിയമം പാസ്സാക്കാൻ വേണ്ടി മാത്രം. ബാക്കി കാര്യങ്ങളൊക്കെ പ്രസിഡന്റിന്റെ കയ്യിലാണ്. അപ്പോൾ പ്രസിഡന്റിന്റെ അത്രയും വലിയൊരു അധികാരമുള്ള സിസ്റ്റമാണ് ഈ ഒരു പ്രസിഡൻഷ്യൽ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയിൽ നടക്കുന്നത്. അപ്പോൾ ഹയസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ആരാ? പ്രസിഡന്റ് ആണ്. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിച്ചത് എന്താ? ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിച്ചത് പാർലമെന്ററി സിസ്റ്റമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റ് വളരെയധികം പവർ അദ്ദേഹത്തിന് കൊടുത്തു കഴിയുമ്പോൾ വളരെയധികം ഒരു ഡിക്റ്റേറ്റർഷിപ്പ് മെത്തഡായി പോയാലോ, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിലിറ്റി ഒക്കെ കുറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ പാർലമെന്ററി സിസ്റ്റം കൊണ്ടുവന്നത്. കാരണം നമ്മളുടെ പാർലമെന്ററി സിസ്റ്റത്തിലോട്ടൊന്ന് നോക്കിയേ. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, നമ്മളുടെ പ്രധാനമന്ത്രി എന്നുള്ളത് ഈ ഒരു പാർലമെന്റിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് താഴെയുള്ള മിനിസ്റ്റേഴ്സും പാർലമെന്റിൽ നിന്നാണ് വരുന്നത്. എല്ലാ കാര്യങ്ങൾക്കും അവർ പാർലമെന്റിനോട് ഉത്തരം പറയണം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളുടെ മെമ്പേഴ്സിന് അവിടെ കയറി ചോദിക്കാം, എന്താണ് ഇവിടെ ഇങ്ങനെ നടക്കുന്നത്, എന്താണ് കേരളത്തിനെ നിങ്ങൾ മര്യാദയ്ക്ക് പരിഗണിക്കാത്തത് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു പാർലമെന്ററി സിസ്റ്റം കൊണ്ടുവന്നത്. കാരണം ഇത് വലിയൊരു രാജ്യമാണ്. ഇത് ഏതെങ്കിലും ഒരു മെമ്പറിലൊക്കെ അധികാരം ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമല്ല. വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള രാജ്യമാണ്. എല്ലാവരിലേക്കും ആ ഒരു പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു പാർലമെന്ററി സിസ്റ്റം തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം. അപ്പോൾ പാർലമെന്ററി സിസ്റ്റത്തിൽ പല മെത്തേഡ്സിലൂടെ നമുക്ക് ആ ഒരു അധികാരം ജനങ്ങളിലേക്ക് കൊടുക്കുന്നത് കാണാൻ കഴിയും. പോപ്പുലർ സോവറിനിറ്റി എക്സസൈസ് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ടാവും അല്ലേ. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഉണ്ട്. അതായത് പ്രായപൂർത്തിയായവർക്കൊക്കെ ഇവിടെ വോട്ടിംഗ് റൈറ്റ് ഇല്ലേ. ഇപ്പോൾ പാർലമെന്ററി ഇലക്ഷൻ വരാൻ പോവാണ്. നിങ്ങളിൽ പലരും വോട്ട് ചെയ്യുന്നവരുണ്ടാവും. അതെന്തുകൊണ്ടാ? ഈ ഒരു പോപ്പുലർ സോവറിനിറ്റി എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ ആധിപത്യമാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മളുടെ അധികാരം എക്സസൈസ് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. ഇലക്ഷനിൽ വഴി മാത്രമാണ് നമുക്ക് നമ്മളുടെ ഒരു അധികാരം സ്ഥാപിക്കാൻ പറ്റുന്നത് അല്ലേ. ഇപ്പോൾ 1 നേഷൻ 1 ഇലക്ഷൻ വേണമെന്നൊക്കെ പറയണം. അപ്പോൾ പിന്നെ 5 വർഷം കൂടുമ്പോഴാണ് നമുക്ക് നമ്മൾ അധികാരം കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഈ ഒരു വർഷം പാർലമെന്റ് ഇലക്ഷൻ വരും, ഒരു വർഷത്തിലൊക്കെ ആയിട്ട് പഞ്ചായത്ത് ഇലക്ഷൻ വരും, പിന്നെ നമ്മളുടെ സ്റ്റേറ്റ് ഇലക്ഷൻ വരും. അപ്പോൾ നമുക്ക് 3 ഇൻസ്റ്റൻസസ് ഉണ്ട് അല്ലേ നമ്മളുടെ അധികാരം സ്ഥാപിക്കാനായിട്ട്. അല്ലാതെ ഇലക്ഷനിലൂടെ മാത്രമാണ് നമുക്ക് അവരെ അക്കൗണ്ടബിൾ ആയിട്ട് വെക്കാൻ പറ്റുക. അല്ലാണ്ട് വേറെ ഏത് വഴിയിലാണ്? പലരും തമാശയ്ക്കൊക്കെ പറയാറില്ലേ, MLA അല്ലെങ്കിൽ MP ഈ ഒരു ഇലക്ഷൻ കഴിയുമ്പോൾ ആ വ്യക്തിനെ കാണാറില്ല, ഇലക്ഷൻ സമയമാകുമ്പോൾ മാത്രമാണ് വ്യക്തികളെ കാണാറുള്ളതെന്ന്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് വഴി നമ്മളുടെ വോട്ടിംഗ് വഴി നമ്മളുടെ ജനങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റാറുണ്ട്. പീരിയോഡിക് ഇലക്ഷൻസ് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അല്ലേ. 5 വർഷം കൂടുമ്പോൾ എന്തായാലും ഇലക്ഷൻ നടക്കും. അല്ലാതെ കുറേ നാളത്തേക്ക് ഓക്കെ ഇലക്ഷൻ ജയിച്ചു ഇനി 10-50 വർഷത്തേക്ക് ഞാനാണ് ഭരിക്കാൻ പോണേ എന്ന് പറഞ്ഞിരിക്കാനൊന്നും പറ്റില്ല. നമ്മളങ്ങനെ ഇരുത്താറുണ്ട്. എന്താ പറയുക, 5 വർഷം കഴിയുമ്പോൾ വീണ്ടും ഈ പ്രധാനമന്ത്രി തന്നെ വന്നോട്ടെ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി തന്നെ വന്നോട്ടെ. 10 വർഷം കഴിയുമ്പോഴും 15 വർഷം കഴിയുമ്പോഴും ഒരേ ആൾ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റമൊക്കെ പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. അത് വേറൊരു കാര്യം. അത് ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഭരണമാറ്റം വേണ്ട, അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയിൽ തന്നെ ആളെ മാറ്റി നമുക്ക് ഭരണം നടത്താലോ. ഇപ്പോൾ ഒരാൾ മാത്രമാണ് നല്ലതെന്ന് പറയാൻ പറ്റില്ലല്ലോ. മുഖ്യമന്ത്രി മാറാം. അതൊന്നും ഇല്ലാതെ നടക്കുന്ന സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പീരിയോഡിക് ഇലക്ഷൻസ് അതുവഴി നമുക്ക് ഓരോ വട്ടവും നമ്മളുടെ ചോയ്സ്, നമ്മളുടെ അധികാരം സ്ഥാപിക്കാൻ പറ്റാറുണ്ട്. പിന്നെ ഇവിടെ റൂൾ ഓഫ് ലോ ആണ്. അല്ലാതെ എന്താ പറയുക, നമ്മളുടെ അധികാരം കിട്ടിയവർക്ക്, നമ്മളെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് നമ്മൾ അയച്ചവർക്ക് അവർക്കൊരു ചട്ടമുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനോട് ലിമിറ്റഡ് ആയിട്ടാണ് അവർ ഭരിക്കുന്നത്. അല്ലാതെ എന്തും എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ഇവിടുത്തെ പ്രധാനമന്ത്രിയായി ഇവിടെ എന്തും ചെയ്യാൻ പറ്റുന്നുള്ളൊരു അധികാരമൊന്നുമില്ല. എപ്പോഴും ഭരണഘടനയ്ക്ക് കീഴിലാണ് അവർ നിൽക്കേണ്ടത്. പിന്നെ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ഇൻ കേസ് അവർ ഭരണഘടനേനെ എങ്ങാനും ലംഘിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരു ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട് ഇല്ലേ. പലപ്പോഴും റിവ്യൂ ഒക്കെ നടത്താറുണ്ട്. ഈ ഒരു ലോ പ്രോപ്പർ ആണോ, ഇത് തെറ്റല്ലേ, ഇത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ ജുഡീഷ്യൽ റിവ്യൂ നടക്കാറുണ്ട്. ഇപ്പോൾ നമ്മളുടെ EWS ഒക്കെ വന്നപ്പോഴും അതിനെക്കുറിച്ചൊക്കെ ജുഡീഷ്യൽ റിവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജുഡീഷ്യറി കൂടി അംഗീകരിക്കുമ്പോഴാണ് അതിന് പ്രോപ്പർ ആയിട്ടുള്ളൊരു എക്സിസ്റ്റൻസ് വരുന്നത്. പിന്നെ ആബ്സെൻസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ സർട്ടൻ ഗ്രൗണ്ട്സ് അല്ലേ. ഇവിടെ ഒരു വിധത്തിലും ജനങ്ങളൊക്കെ അധികാരമുള്ളവരുമാണ്, ഈക്വലാണ്. അവരെ ഒരു മതത്തിൻ്റെ പേരിലോ ഒരു കാസ്റ്റിൻ്റെ പേരിലോ അങ്ങനെ ഒരു രീതിയിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സിസ്റ്റം കൂടെ നമ്മുടെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു
പൊളിറ്റിക്കൽ ഡെമോക്രസി മാത്രമല്ല, അംബേദ്കർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇവിടെ ഒരു ഡെമോക്രസി എന്ന് പറയുമ്പോൾ അതിനെ കുറച്ചും കൂടെ ബ്രോഡർ ആയിട്ടാണ് പറയുന്നത്. ഇവിടെ വെറുതെ ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസി, നമ്മളെ വോട്ടിംഗ് റൈറ്റ്സ് വഴി നമുക്ക് അധികാരം സ്ഥാപിച്ചുകൊണ്ട് മാത്രമുള്ള ഒരു ഡെമോക്രസി അല്ല ഇവിടെ നമ്മളുടെ ഇന്ത്യ എന്ന സിസ്റ്റത്തിൽ നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ അംബേദ്കർ പറയുമ്പോൾ അംബേദ്കർ പ്രത്യേകം പറയുന്നുണ്ട്, ഇവിടെ പൊളിറ്റിക്കൽ ഡെമോക്രസി മാത്രമല്ല, ഇവിടെ സോഷ്യൽ ഡെമോക്രസി വേണം, എക്കണോമിക് ഡെമോക്രസി വേണം. അപ്പോൾ എല്ലാ കാര്യത്തിലും എല്ലാവർക്കും ഒരുപോലുള്ള അധികാരം ഉണ്ടാവണം. വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ എക്കണോമിക് സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലും ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്. അവർക്കൊക്കെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളിലും ഒരു ഈക്വാലിറ്റി ഉണ്ടാവണം. പിന്നെ നമ്മളുടെ സോഷ്യലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഇവിടെ ഈ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെമോക്രസി എന്നുള്ളത് കോഎക്സിസ്റ്റ് ചെയ്യണം. ഇത് ഒറ്റയ്ക്ക് നിൽക്കേണ്ട കാര്യമല്ല. ഓക്കെ, ഇവിടെ പൊളിറ്റിക്കൽ ഡെമോക്രസി ഈ ഒരു സമയം എലക്ഷൻ്റെ സമയമല്ലേ, ഇവിടെ പൊളിറ്റിക്കൽ ഡെമോക്രസി ഉണ്ടാവട്ടെ. കുറച്ച് നാൾ കഴിഞ്ഞു, ഓക്കെ, ഇനി ഇവിടെ സോഷ്യൽ ഡെമോക്രസി ഉണ്ടാവട്ടെ. അതും കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞു, ഇനി ഇവിടെ എക്കണോമിക് ഡെമോക്രസി ഉണ്ടാവട്ടെ. അങ്ങനെയല്ല, ഇതൊക്കെ കൂടി ഒരുമിച്ചാണ് നിലനിൽക്കേണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി, ഇത് എല്ലാം ഒരുപോലെ ഉണ്ടാവണം, ഒരുപോലെ എല്ലാ സമയത്തും ഉണ്ടാവണം. അല്ലാതെ ലിബർട്ടി മാത്രം മതി, ഫ്രറ്റേണിറ്റി വേണ്ട, ഈക്വാലിറ്റി വേണ്ട, അങ്ങനെയല്ല. ഇതൊക്കെ കൈകോർത്ത് നിൽക്കണം, ഇതൊക്കെ മൂന്നും ഒരുമിച്ച് നിൽക്കണം. ഇപ്പോൾ ലിബർട്ടിയിൽ നമുക്ക് ഒരുവിധം പൊളിറ്റിക്കലായിട്ടുള്ള ഡെമോക്രസി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റില്ലേ? ഫ്രറ്റേണിറ്റിയിൽ നമുക്ക് ആ ഒരു സോഷ്യൽ ഡെമോക്രസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റില്ലേ? അപ്പോൾ ഇതൊക്കെ ഈ ലിബർട്ടിയിലും ഈക്വാലിറ്റിയിലും ഫ്രറ്റേണിറ്റിയിലും 3 തരത്തിലുള്ള ഡെമോക്രസീസും ഉണ്ട്. അപ്പോൾ ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അംബേദ്കർ അങ്ങനെ വെറുതെ പറയുമോ? അത് പറയാനൊരു കാര്യമുണ്ട്. ലിബർട്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ലിബർട്ടി എന്ന് വെച്ചാൽ എന്താ? നമ്മളുടെ മേലെ റെസ്ട്രിക്ഷൻസ് ഇല്ല, നമുക്ക് എല്ലാം ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട്. നമ്മളുടെ ഭരണഘടന നമുക്ക് കുറച്ച് ലിമിറ്റ്സ് വയ്ക്കുന്നുണ്ടെങ്കിലും നമുക്ക് കൂടുതലും നല്ലതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട്. പക്ഷെ ആ അധികാരമുണ്ട്, ഇവിടെ ഈക്വാലിറ്റി ഇല്ല. ആലോചിച്ച് നോക്കിയേ, ലിബർട്ടി ഉണ്ട്, ഈക്വാലിറ്റി ഇല്ല. അപ്പോൾ ഈക്വാലിറ്റി ഇല്ലാത്തത് കൊണ്ട് ചില ജാതി, ചില മതം അങ്ങനെയുള്ളവരൊക്കെ മാറി നിൽക്കും. നമ്മളായിരിക്കും ചിലപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടാവുക. ഇപ്പോൾ നമ്മുടെ മതത്തിനായിരിക്കും ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് നമ്മളുടെ മതം എന്നുള്ള അധികാരം ഉപയോഗിച്ച് നമുക്ക് എന്തും ചെയ്യാം എന്നായി മാറിക്കഴിഞ്ഞാലോ, അപ്പോൾ അവിടെ ആ ഒരു സിസ്റ്റം തെറ്റായി പോയില്ലേ? ഡെമോക്രസി തോറ്റുപോയില്ലേ അവിടെ? അതുകൊണ്ടാണ് പറയുന്നത് ലിബർട്ടിയും വേണം, ഈക്വാലിറ്റിയും വേണം. ഇത് മാത്രം മതിയോ? ഫ്രറ്റേണിറ്റിയിൽ എന്താ പറയുന്നത്? ഫ്രറ്റേണിറ്റിയിൽ ഒരു സാഹോദര്യത്തിനെ കുറിച്ചാണ് പറയണത്. നമ്മളെല്ലാവരുടെയും ഡിഗ്നിറ്റി റെസ്പെക്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ ലിബർട്ടിയിൽ നമുക്ക് അധികാരം നൽകുമ്പോൾ നമുക്ക് അപ്പുറത്തെ അയൽക്കാരനെ പോയിട്ട് നമ്മൾ തെറി വിളിക്കുകയാണ്, അസഭ്യം പറയാണ്. അവിടെ ഫ്രറ്റേണിറ്റി ഇല്ലാണ്ടായി. അപ്പോൾ ഈ മൂന്നും ഒരുമിച്ചുണ്ടാവണം. ഇതിൽ ലിബർട്ടി ഉണ്ടായി ഈക്വാലിറ്റിയും ഫ്രറ്റേണിറ്റിയും ഇല്ലെങ്കിൽ ഡെമോക്രസി തോറ്റുപോകും. ലിബർട്ടി ഉണ്ടാവുന്നതിനോടൊപ്പം തന്നെ ഈക്വാലിറ്റിയും ഫ്രറ്റേണിറ്റിയും വേണം. ഇതാണ് നമ്മളുടെ അംബേദ്കർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് പൊളിറ്റിക്കൽ ഡെമോക്രസി എന്നുള്ളൊരു ചെറിയ കൺസെപ്റ്റിൽ നിൽക്കാതെ ബ്രോഡറായിട്ട് നമ്മൾ ഡെമോക്രസിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇവിടെ എക്കണോമിക് ഡെമോക്രസി വേണം, അതുപോലെ തന്നെ സോഷ്യൽ ഡെമോക്രസിയും വേണം. പക്ഷെ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഇവിടെ പൊളിറ്റിക്കൽ ഡെമോക്രസി മാത്രമേ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ്. അതൊരു സത്യം തന്നെയാണ്. അംബേദ്കറിൻ്റെ സ്വപ്നത്തിൽ നമ്മളെ പ്രിയാമ്പിളിൻ്റെ ആ ഒരു ചിന്തയുടെ ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ ശരിക്കും ആഗ്രഹിച്ചത് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വേർഡ്സ് ആണ് നമ്മളെ പ്രിയാമ്പിളിനെ പവർഫുൾ ആക്കുന്നതെന്ന്. ഓരോ വേർഡ്സും എടുത്തു നോക്കുമ്പോഴാണ് നമ്മൾ ചില സമയത്ത് പാട്ടൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കാറില്ലേ, ഇതെന്ത് പാട്ടാ? നമ്മൾ ഈണം മാത്രം നോക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതിയിൽ നമ്മൾ കേട്ടുപോകും. പക്ഷെ പാട്ടിൻ്റെ ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ കവി ഇവിടെ ഭയങ്കര അടിപൊളിയായിട്ട്, അല്ലെങ്കിൽ രചയിതാവ് ഇവിടെ അടിപൊളിയായിട്ടല്ല ചിന്തിച്ച് വെച്ചിരിക്കണേ എന്നുള്ള ആ ഒരു ഗാഢമായ കാര്യങ്ങളോട്ട് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുക. അത് തന്നെയാണ് ഇവിടെ പ്രിയാമ്പിളിലും. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുമ്പോൾ വെറുതെ ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുമല്ല, അതിനെ ബ്രോഡായിട്ട് എടുക്കുകയാണ്. സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഡെമോക്രസി. അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസും വേണമെന്ന് പറയുന്നുണ്ട് ഇല്ലേ? ഇവിടെ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസും വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡെമോക്രസി കഴിഞ്ഞു, ഇനി അടുത്തതായിട്ട് വരുന്ന വേർഡ് ഏതാ?
റിപ്പബ്ലിക് ആണ്. റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഇപ്പോൾ റിപ്പബ്ലിക് ഡേ ആചരിച്ചുള്ളൂ. ഈ റിപ്പബ്ലിക് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? റിപ്പബ്ലിക് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഹെഡ് ഇല്ലേ, നമ്മൾ ഈ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുന്ന വ്യക്തിയില്ലേ, അത് ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. വീണ്ടും ജനങ്ങളുടെ സർവാധികാരം തന്നെയാണ് പറഞ്ഞുറപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ ഹെഡ് എലക്റ്റഡ് ബൈ ദ പീപ്പിൾ. ഇതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് എവിടെ കാണാൻ പറ്റുക? അമേരിക്കയിൽ ശരിയാണ്, പ്രസിഡന്റ് ജനങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു വ്യത്യാസമുള്ള ഒരു സിസ്റ്റം ഇല്ലേ ബ്രിട്ടനിൽ ബ്രിട്ടീഷുകാരുടെ ഇടയിൽ എങ്ങനെയാ, അവർ പ്രസിഡന്റ് ഉണ്ടോ? ഇല്ല, അവിടെ മൊണാർക്കിയാണ്. മൊണാർക്കി എന്ന് പറയുമ്പോൾ എന്താ, അവിടെ രാജാവാണ് അവിടുത്തെ നോമിനൽ ഹെഡ്. ശരിക്കും ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ തന്നെയാണ്, പാർലമെന്റാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. പക്ഷെ സ്റ്റിൽ അവിടെ രാജാവ് ഉണ്ട്, രാജാവ് അവിടെ ഹെഡായിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴും എന്താ പറയുക, ആ ഒരു ഹെറിഡിറ്ററി സിസ്റ്റത്തിലാണ് അല്ലേ. അവിടെ എന്താ, എലിസബത്ത് രാജ്ഞി മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ആള് അവരുടെ കുടുംബത്തിൽ നിന്നുള്ള വ്യക്തി, അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ഹെറിഡിറ്ററി സിസ്റ്റമാണ്, അല്ലാതെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയൊന്നുമല്ല. നമ്മളെ ഭരിച്ചിട്ട് പോയ നമ്മളെ മണ്ടന്മാരെന്ന് വിളിച്ച ബ്രിട്ടീഷുകാർ ഇപ്പോഴും ആ ഒരു സിസ്റ്റത്തിലാണ് നിൽക്കണേ. അവരിപ്പോഴും മണ്ടന്മാരാ. പക്ഷെ നമ്മൾ മാറി. നമ്മളെന്താ ഉപയോഗിച്ചേ? നമ്മൾ റിപ്പബ്ലിക്കാണ് എടുത്തത്. ഇവിടെ റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹെഡ് ആരാ? നമ്മളുടെ ഹെഡ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ കുറേ പേര് കാനഡയിൽ പോണില്ലേ, കാനഡയിൽ ഇപ്പോഴും നമ്മളുടെ ബ്രിട്ടീഷിൻ്റെ അവിടുത്തെ രാജാവ് ആരാണോ അവരാണ് അവിടുത്തെ നോമിനൽ ഹെഡ്. ഓസ്ട്രേലിയയിലും നോമിനൽ ഹെഡ് എന്താ, ആ ബ്രിട്ടീഷ് ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് അവർ പോയിട്ടില്ല. ബ്രിട്ടീഷ് രാജാവ് ആരാണോ അതാണ് ഓസ്ട്രേലിയയിലത്തെ നോമിനൽ ഹെഡ്. അവരൊന്നും ഇപ്പോഴും റിപ്പബ്ലിക് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഓസ്ട്രേലിയയിലൊക്കെ വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഈ അടുത്ത് കുറേ എലിസബത്ത് രാജ്ഞിയുടെയൊക്കെ പ്രതിമയൊക്കെ ഉണ്ടായിരുന്നു, അവർ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. കാരണം എന്താ, അവർ ബ്രിട്ടനിൽ നിന്നൊക്കെ മാറിപ്പോന്നു. പക്ഷെ സ്റ്റിൽ ആ ഒരു രാജാവിനെയോ രാജ്ഞിയോ ആണ് അവരിപ്പോഴും അവരെ നോമിനൽ ഹെഡായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ത്യക്കാർ ബുദ്ധിമാന്മാരാണ്. നമ്മൾ തീരുമാനിച്ചു നമുക്ക് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് ഹെഡായിട്ട് വേണ്ടത്. പിന്നെ ഇവിടെ ഡയറക്റ്റ് എലക്ഷൻസ് വഴിയല്ല തിരഞ്ഞെടുക്കുന്നത്, ഇൻഡയറക്റ്റ് എലക്ഷൻസ് വഴിയാണ്. എങ്ങനെയാ, നമ്മളുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലോട്ട് നമ്മളുടെ MLAമാരും MP മാരും നമ്മൾ പാർലമെന്റിലോട്ട് അയക്കുന്ന വ്യക്തികൾ, ഇവരൊക്കെ കൂടി ചേർന്നിട്ടാണ് നമ്മളുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാറുള്ളത്. APJ അബ്ദുൽ കലാം നമ്മളുടെ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ നമ്മളുടെ ആദിവാസി ഗോത്രത്തിൽ നിന്ന് വരുന്ന ദ്രൗപദി മുർമു നമ്മളുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടത്? നമ്മൾ ജനങ്ങളിലൂടെയാണ്. നമ്മൾ നേരിട്ടല്ലെങ്കിലും നമ്മൾ തിരഞ്ഞെടുത്ത റെപ്രസെൻറ്റേറ്റീവ്സിലൂടെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ അതാണ് റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന കാര്യം മാത്രമല്ല, ഇവിടെ ഒരു പ്രിവിലേജ്ഡ് ക്ലാസ് ഉണ്ടാവരുത്. നോ പ്രിവിലേജ്ഡ് ക്ലാസ്. ഇപ്പോൾ നമ്മളുടെ ബ്രിട്ടനിലോട്ട് പോയി കഴിയുമ്പോൾ അവിടെ രാജകുടുംബം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രിവിലേജ്ഡ് ക്ലാസ് ആണല്ലേ. അവർക്ക് പ്രത്യേക ഒരു അധികാരമാണ്. അവിടെ പ്രിൻസസ് ഉണ്ട്, ഡ്യൂക്സ് ഉണ്ട്, അങ്ങനത്തെ ഒരു സിസ്റ്റമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ പ്രിവിലേജ്ഡ് ക്ലാസ് ഒന്നുമില്ല. എല്ലാ ജനങ്ങളും ഒരുപോലെയാണ്. ഇപ്പോൾ പ്രസിഡന്റ് ആയാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ രാജ്യത്തിൻ്റെ പൗരനാണ്. എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത്. ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ടാവും, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ പ്രിവിലേജ്ഡ് ക്ലാസ് ഇല്ല. എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ ഒരുപോലെയാണ്. ജനങ്ങളുടെ ആധിപത്യമാണ്, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഹെഡാണ്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു പരിഗണനയാണുള്ളത്. അല്ല അതൊരു പ്രിവിലേജ്ഡ് ക്ലാസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരെയും ഒരുപോലെ കാണുന്നു. അതാണ് റിപ്പബ്ലിക്കിൽ മറ്റൊരു കൺസെപ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണാൻ പറ്റുന്നത് ജനങ്ങളുടെ ആധിപത്യം തന്നെയാണ്. നമ്മൾ ഡെമോക്രസി, ജനാധിപത്യം, റിപ്പബ്ലിക്, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഹെഡ്, ജനങ്ങൾക്കിടയിൽ ഒരുമ, ജനങ്ങൾക്കിടയിൽ ഐക്യം, ജനങ്ങൾക്കിടയിൽ ഒരേ വില, അവിടെ പ്രിവിലേജ്ഡ് ക്ലാസ് ഇല്ല എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇനി അടുത്ത ഒരു വേർഡായിട്ട് വരുന്നത് എന്താ? അടുത്ത വേർഡായിട്ട് വരുന്നത് നമ്മൾ ഈ ജനങ്ങൾക്ക് എന്തൊക്കെയാണ് സെക്യൂർ ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ കണ്ടത് എന്താ? ഈ ഒരു ഇന്ത്യ എന്ന രാജ്യം എത്തരത്തിലുള്ളൊരു രാജ്യമായിരിക്കണം, അതാണ് നമ്മൾ കണ്ടത്. നമ്മൾ സോവറൈൻ്റെ അർത്ഥം കണ്ടു. സോവറൈൻ സർവാധികാരമുള്ള, സോഷ്യലിസ്റ്റിൻ്റെ അർത്ഥം കണ്ടു, സോഷ്യലിസമുള്ള, സെക്കുലറിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു. സെക്കുലർ ആയിട്ടുള്ള, മതനിരപേക്ഷതയുള്ള, ജനാധിപത്യമുള്ള ഒരു റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഹെഡുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ എപ്രകാരമുള്ളൊരു രാജ്യമാണെന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്
ഇങ്ങനൊരു രാജ്യത്ത് ജനങ്ങൾക്ക് ഭരണഘടന വഴി എന്തൊക്കെയാണ് നൽകേണ്ടത്, എന്തൊക്കെയാണ് എൻഷ്യൂർ ചെയ്യേണ്ടതെന്ന് നമ്മളുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ തന്നെ ആഗ്രഹിച്ചത് എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ആൻഡ് ടു സെക്യൂർ ടു ഓൾ ഇറ്റ് സിറ്റിസൺസ്, ആദ്യം നമ്മൾ സെക്യൂർ ചെയ്യേണ്ടത് എന്താ? ജസ്റ്റിസ്. ഇവിടെ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ നമ്മൾ ആ ഒരു വേർഡിലോട്ട് ഡീപ്പായിട്ട് പോകണം. വെറുതെ ജസ്റ്റിസ് എന്ന് പറഞ്ഞു വയ്ക്കല്ല, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അപ്പോൾ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ അവരെന്ത് ഉദ്ദേശിക്കണേ? സോഷ്യലായിട്ട് നമ്മളൊരു സൊസൈറ്റിയിലോട്ട് നോക്കുമ്പോൾ അവിടെ നീതി ഉണ്ടാവണം. ഒരിക്കലും ആരെയും അവരുടെ റിലീജിയൻ, കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ ഇതൊന്നും വെച്ച് ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്. അപ്പോൾ അവിടെ എല്ലാവരെയും ഒരുപോലെ കണ്ടാലല്ലേ നീതി ഉണ്ടാവുള്ളൂ. അല്ലാതെ ഓക്കെ ഇന്ന മതത്തിൽ നിന്നുള്ളവനാണല്ലോ നിങ്ങൾ, അപ്പോൾ നിങ്ങൾ കുറച്ച് മുന്തിയവരാണ്, നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ റെസ്പെക്റ്റ് ഇരിക്കട്ടെ, നിങ്ങൾക്ക് നിയമത്തിൻ്റെ മുന്നിൽ എന്താ പറയുക, നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളൊന്നും പറയില്ല, ഞങ്ങൾ പോലീസുകാർ നിങ്ങളുടെ കാര്യത്തിൽ ഒന്നും ഇടപെടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാസ്റ്റ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു മുൻ ജാതിയിൽ നിന്നുള്ള വ്യക്തിയാണെങ്കിൽ ഓക്കെ നിങ്ങൾ വലിയ ജാതിക്കാരല്ലേ, നിങ്ങളൊന്നും തെറ്റ് ചെയ്യില്ലല്ലോ. ഇപ്പോൾ നിങ്ങളൊരു ഉയർന്ന ജാതിയിൽപ്പെട്ട വ്യക്തിയല്ലേ, നിങ്ങളങ്ങനെ തെറ്റായിട്ട് ചെയ്തതായിരിക്കില്ല, നിങ്ങൾ അറിയാതെ ചെയ്തു പോയ കാര്യമായിരിക്കും. നമ്മൾ പലപ്പോഴും അങ്ങനെയൊക്കെ കാണാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും പാടില്ല. നീതി സോഷ്യൽ ജസ്റ്റിസ് ഇവിടെ ഉണ്ടാവണം. ഒരിക്കലും ആരുടെയും മേല് അവരുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ അവരുടെ ഒരു സെക്സിൻ്റെയോ പേരിൽ അവരെ ഒരിക്കലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് നമ്മൾ ഇവിടെ ഒരു സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സോഷ്യൽ ജസ്റ്റിസ് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ റിസർവേഷൻ സിസ്റ്റം വഴിയൊക്കെ നമ്മൾ പിന്നോക്കം നിൽക്കുന്ന വ്യക്തികളെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അതും ഈ ഒരു സോഷ്യൽ ജസ്റ്റിസ് എൻഷ്യൂർ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ, അതായത് അവർക്ക് ഒരു മുൻതൂക്കം കൊടുക്കുന്നത് അവർ പണ്ട് മുതലേ പിന്നോക്കമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ അത് കഴിയുമ്പോൾ സോഷ്യൽ ജസ്റ്റിസ് മാത്രമാണോ? എക്കണോമിക് ജസ്റ്റിസ്. ഇവിടെ നിങ്ങളുടെ സമ്പത്തിൻ്റെ പേരിലും നിങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ അംബാനി നമ്മളുടെ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഫണ്ടിങ് ഒക്കെ തരാറുള്ളതാ. ഇപ്പൊ പിന്നെ ഫണ്ടിങ് തരുന്നത് ആരും അറിയില്ലല്ലോ. ഇലക്ട്രൽ ബോണ്ട് ആവുമ്പോൾ SBIയിൽ കൊണ്ടുപോയി അടയ്ക്കുകയാണ്. അവിടെ ആർക്കാണ് കൊടുക്കുന്നത്, ആരാണ് കൊടുക്കുന്നത് എന്നുള്ളതൊന്നും ആരും അറിയാൻ പോണില്ല. പിന്നെ പാർട്ടിക്ക് നോക്കുമ്പോൾ ഒരു പാർട്ടിക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ കാശ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരാരെയും ഫേവർ ചെയ്യണില്ല, അഴിമതി ഇല്ലെന്നൊക്കെ പറയണു. പക്ഷെ എല്ലാ കമ്പനികളും എല്ലാ വരുമാനവും ഈ ഒരു ഒറ്റ പാർട്ടിക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് വേറൊരു സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടെ പക്ഷേ ഇങ്ങനെ ഒരു അംബാനിയാണല്ലേ, അപ്പോൾ അംബാനിയുടെ മോന് ഒരു എക്സ്ട്രാ റെസ്പെക്റ്റ് കൊടുത്തേക്കാം. ഇവൻ പാവപ്പെട്ടവൻ, ഇവൻ മറ്റേ തോടൊക്കെ വൃത്തിയാക്കണവൻ, ഇവന് വലിയ റെസ്പെക്റ്റ് ഒന്നും വേണ്ട. അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ കാശില്ല എന്നും പറഞ്ഞിട്ട് അവനെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. ആ ഭരണഘടനയിൽ പറയുന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളുടെ ഈ ഒരു പ്രിയാമ്പിളിൽ അത് എടുത്തു പറയുന്നത്. ഇവിടെ എക്കണോമിക് ജസ്റ്റിസ് വേണമെന്നുള്ളത്. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസും എക്കണോമിക് ജസ്റ്റിസും ഒരുപോലെ ഇവിടെ നടപ്പാക്കുന്നത് കൊണ്ട് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ഉണ്ടെന്നും കൂടെ നമുക്ക് പറയാം. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്, അതായത് നമ്മളെല്ലാവരിലേക്കും ഒരുപോലെ, ഇപ്പോൾ ഒരു ജാതിയോ മതമോ അല്ലെങ്കിൽ സാമ്പത്തികമോ ഒന്നും നോക്കാതെ തന്നെ നമ്മൾ നീതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു സോഷ്യൽ ജസ്റ്റിസിൻ്റെ പോലെ തന്നെ എക്കണോമിക് ജസ്റ്റിസ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഇനീക്വാലിറ്റീസ്, നമ്മൾ എക്കണോമിക് ആയിട്ടുള്ള ഇനീക്വാലിറ്റീസ് ഒക്കെ എടുത്തു കളയാൻ ശ്രമിക്കുന്നത് അല്ലേ. ഇവിടെ നമ്മൾ പല വിധത്തിലുള്ള പദ്ധതികളുണ്ട് അല്ലേ, നമ്മളുടെ എല്ലാവരെയും പാവപ്പെട്ടവരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് കുറേ അധികം പേരെ നമ്മൾ ഒരു പാവപ്പെട്ട പട്ടിണി എന്നുള്ള അവസ്ഥയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ഡെക്കേഡിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പതിറ്റാണ്ടിൽ ഇന്ത്യ വലിയൊരു മുന്നേറ്റം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. പാവപ്പെട്ടവരൊക്കെ സമ്പത്തിലോട്ട്, അവരെ ഒരു അഭിവൃദ്ധിയിലോട്ട് കൊണ്ടുവരാനായിട്ട് വലിയൊരു മുന്നേറ്റം തന്നെ ഇന്ത്യ നടത്തിയിട്ടുണ്ട്. പല സ്റ്റാറ്റിസ്റ്റിക്സിലും നമ്മൾ കാണുന്നുണ്ട് നമ്മളുടെ രാജ്യത്തെ പട്ടിണി പാവങ്ങളുടെ എണ്ണം കുറയുന്നുണ്ട്. ഒരു നല്ല മുന്നേറ്റം തന്നെയാണ്. പക്ഷെ ഇതിലും പേസിലുള്ള ഒരു മുന്നേറ്റം വേണം. നമ്മൾ സമ്പന്നരെ മാത്രമല്ല നോക്കണ്ടേ, പാവപ്പെട്ടവർ ശരി നന്നായിട്ടുണ്ട്, പക്ഷെ ഈ ഒരു പേസിലൊന്നും നന്നായാൽ പോരാ, ഇതിലും നല്ല പേസിൽ നന്നാവണം. കാരണം പലപ്പോഴും നമ്മൾ പറയാറില്ലേ, നമ്മളുടെ ഭരണഘടന വഴി നമുക്ക് അധികാരം നൽകിയിട്ടുള്ളത് സമ്പന്നനാക്കാനല്ല, പാവപ്പെട്ടവരെ പട്ടിണി എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാനാണ്. അപ്പോൾ അത് നമ്മളുടെ ഭരണകൂടമൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ എക്കണോമിക് ജസ്റ്റിസ് മാത്രമല്ല, പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഇവിടെ ഉണ്ടാവണം.
പൊളിറ്റിക്കൽ ജസ്റ്റിസിലാണോ നമ്മൾ കാണുന്നത്? നമുക്ക് ഈക്വൽ വോട്ട് ഉണ്ട്. പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആണ് സത്യത്തിൽ ഏറ്റവും അടിപൊളിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട്, അംബാനി ചിലപ്പോൾ ഏറ്റവും പുറകിലായിരിക്കും, ഞാൻ ചിലപ്പോൾ പാവപ്പെട്ടവൻ ഏറ്റവും മുന്നിലായിരിക്കും. പൃഥ്വിരാജോ മോഹൻലാലോ വോട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവർ ഏറ്റവും പിന്നിലായിരിക്കും, ഞാൻ ഏറ്റവും മുന്നിലായിരിക്കും. വോട്ട് ചെയ്യണ സമയത്ത് എല്ലാവരെയും ഒരുപോലെയാണ് കാണാറുള്ളത്. അവിടെ ഒരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷനും പാടില്ല. വോട്ടിൻ്റെ വിലയുടെ കാര്യത്തിൽ എന്തായാലും എല്ലാവർക്കും ഒരേ വോട്ടിൻ്റെ വിലയാണ്. ചിലപ്പോൾ ക്യൂ ഒക്കെ ചിലപ്പോൾ മാറിയൊക്കെ നിന്നായിരിക്കും. അതൊക്കെ ജനങ്ങളുടെ തന്നെ പ്രശ്നമാണ്. ജനങ്ങൾ തന്നെ ഓക്കെ നിങ്ങൾ വലിയ ആൾക്കാരാണ്, നിങ്ങൾ വന്ന് നിൽക്ക് സാറേ എന്ന് പറയുന്നുണ്ടാവും. പക്ഷെ വോട്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരേ അധികാരമാണ്. പിന്നെ നമ്മൾ ഒരു പൊളിറ്റിക്കൽ ഓഫീസിലോട്ടാണെങ്കിലും നമ്മളുടെ എന്താ പറയുക MLA യോ MP യോ ആയിട്ട് നിൽക്കാനായിട്ട് നമ്മൾ മത്സരിക്കുമ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ഒരു കുടുംബത്തിൽ നിന്ന് വരണമെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഏതെങ്കിലും ഒരു പാർട്ടിയുടേതാവണമെന്നോ ഉള്ള ഒരു എന്താ പറയുക റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. നമ്മൾ എന്താ പറയുക നമ്മളുടെ സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ ബുദ്ധിയും ബോധമുള്ള ഒരു വ്യക്തി ഇൻഡിപെൻഡൻറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സമ്മതിക്കില്ല. അത് നമ്മളുടെ ജനങ്ങളുടെ കുഴപ്പമാണ്. നമ്മളെന്താ പറയുക കള്ളനും ക്രിമിനലും ആയിട്ടുള്ള വ്യക്തി ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പാർട്ടിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ നിങ്ങൾ ജയിച്ചു വെക്കോ. സ്വതന്ത്രനായിട്ടുള്ള സ്ഥാനാർത്ഥി ബുദ്ധിമാനാണ്, അത്യാവശ്യം വിവരമുള്ള വ്യക്തിയാണ്, എല്ലാവരെയും സഹായിക്കുന്ന വ്യക്തിയാണെങ്കിലും വേണ്ട ഞങ്ങൾ സ്വതന്ത്രമായിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മോശം പരിപാടിയല്ലേ. അതല്ലല്ലോ ഇവിടെ നടക്കാറുള്ളത്. ഞങ്ങളിവിടെ നടന്നു പോണ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്കൊരു പാർട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ത്യ തന്നെ എന്താ പറയുക പാർട്ടി അഫിലിയേഷൻസിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പാർട്ടി അഫിലിയേഷൻസ് ഉള്ള ജനങ്ങളുടെ ഒരു രാജ്യമാണെന്ന് പറയാ. നിങ്ങൾ പുറത്തു പോയി ആരോട് ചോദിച്ചാലും പറയും നിങ്ങൾ ഏത് പാർട്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിനോട് ഞാൻ ഈ പാർട്ടിയാണ്, എൻ്റെ വോട്ട് ഏത് വ്യക്തി നിന്നാലും എൻ്റെ വോട്ട് ഈ ഒരു പാർട്ടിക്ക് മാത്രമേ പോവുള്ളൂ എന്ന് പറയുന്ന ഒരു ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. പക്ഷെ അതേ ജനങ്ങളാണ് എന്താ പറയുക വലിയ പൊളിറ്റിക്കൽ അഫിലിയേഷനൊക്കെ ഉണ്ട്, പക്ഷെ തീരുമാനം എടുക്കുമ്പോൾ ബുദ്ധിപൂർവ്വമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അവർ തന്നെ കരയും ഞങ്ങൾക്ക് 5 കൊല്ലം കൂടുമ്പോഴേ ഞങ്ങൾക്ക് അധികാരം കിട്ടുന്നുള്ളൂ, ഞങ്ങൾ ഈ MLA MP ഞങ്ങൾ പിന്നീട് കാണുന്നില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ എലക്ട് ചെയ്തത്? ഇതേ MLA MP കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർ തന്നെ വീണ്ടും അതേ MLA MP വീണ്ടും തിരഞ്ഞെടുക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ജസ്റ്റിസ് എന്ന് നോക്കുമ്പോൾ എല്ലാ രീതിയിലുള്ള ജസ്റ്റിസ് ഇവിടെ എൻഷ്യൂർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഇത് നമ്മൾ എവിടെ നിന്ന് എടുത്തത്? നമ്മൾ റഷ്യൻ റെവല്യൂഷനിൽ നിന്നാണ് ഈ ഒരു കൺസെപ്റ്റ് എടുത്തത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എൻഷ്യൂർ ചെയ്യുന്നത് എന്താ? ജസ്റ്റിസ് ആണ്. ജസ്റ്റിസ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആണ് നമ്മൾ എൻഷുർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് എന്താ? ലിബർട്ടി ആണ്. അപ്പോൾ ലിബർട്ടി എന്നുള്ളത് നമ്മളുടെ ഫ്രഞ്ച് റെവല്യൂഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫ്രഞ്ച് റെവല്യൂഷനിലത്തെ ഒരു വലിയ പ്രിൻസിപ്പിളാണ്. അതായത് നമ്മളുടെ മേൽ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ആബ്സെൻസ് ഓഫ് റിസ്ട്രെയിൻസ് ഓൺ ദ ആക്ടിവിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റീസ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ട്. അപ്പോൾ അതാണ് ലിബർട്ടി എന്ന് പറയുന്നത്. ലിബർട്ടി വെറുതെ ഒരു ലിബർട്ടി എന്ന് പറഞ്ഞു വെച്ചേക്കാണോ? ഞാൻ പറഞ്ഞില്ലേ ഒരു വേർഡ് തന്നെ അവിടെ ഒരു എക്സ്ട്രാ ബ്രോഡായിട്ടുള്ളൊരു അർത്ഥമുണ്ട്. ലിബർട്ടി ഇവിടെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള വേർഡ് ലിബർട്ടിയാണ്. പക്ഷേ ലിബർട്ടി ഓഫ് തോട്ട്, നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ ചിന്തിക്കാൻ, എക്സ്പ്രഷൻ നമുക്കിഷ്ടമുള്ള പോലെ എക്സ്പ്രസ് ചെയ്യാൻ, നമുക്കിഷ്ടമുള്ള പോലെ വിശ്വസിക്കാൻ, നമ്മളുടെ വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കാൻ, നമുക്ക് ആരാധിക്കാൻ ഇവിടെ എന്താ അധികാരമുണ്ട്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന ഒരു മതത്തിലാണ് വിശ്വസിക്കുന്നതെന്നും പറഞ്ഞിട്ട് എന്നെ വന്നിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഈ മതം വിശ്വസിക്കാൻ പാടില്ല, ഇത് ഈ ഒരു പർട്ടിക്കുലർ മതത്തിൻ്റെ രാജ്യമാണെന്നും പറഞ്ഞിട്ട് എന്നെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? എൻ്റെ ഭരണഘടന, ജനങ്ങൾ ഞങ്ങൾക്കായി നൽകിയ ഭരണഘടന എനിക്ക് എൻഷ്യൂർ ചെയ്യുന്നുണ്ട് ലിബർട്ടി, എനിക്കുള്ള സ്വാതന്ത്ര്യം, എനിക്കെൻ്റെ മതവിശ്വാസത്തിൽ മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ ഭരണഘടന എനിക്കിവിടെ നൽകുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒരു എന്താ പറയുക മെജോറിറ്റി ആയിട്ടുള്ള മതം വന്നിട്ട് ആ ഒരു സ്വാതന്ത്ര്യത്തിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. ആ ഒരു സ്വാതന്ത്ര്യം ഇല്ലാതാവുന്നത് എവിടെയാണെന്നറിയോ? നമ്മൾ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പുറത്തു പോയി അസഭ്യം പറയുന്നു, അസഭ്യം പറയാൻ പാടില്ല. മറ്റുള്ളവരെ ഉപദ്രവിക്കാനല്ല സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ നിയമപരമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്. ഇപ്പോൾ കൊറോണയുടെ സമയത്ത് 5 പേരിൽ കൂടുതൽ
കൂടാൻ പാടില്ല എന്ന് പറയുവാണ്. ആ നേരത്തെ നമ്മൾ പോയി ഒരു മീറ്റിംഗ് കൂടി കഴിഞ്ഞാൽ അത് തെറ്റാവും. നിയമം നമ്മൾ പാലിക്കണം, അതുപോലെ തന്നെ ഒരു മൊറാലിറ്റി നമ്മൾ പാലിക്കണം. അങ്ങനെ മൊറാലിറ്റി പാലിച്ചുകൊണ്ട് നമുക്കിവിടെ സ്വാതന്ത്ര്യം, നമുക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ ഇൻ കേസ് നമ്മളുടെ ഈ ഒരു സ്വാതന്ത്ര്യത്തിന് ആരെങ്കിലും ഹനിക്കുകയാണെങ്കിലോ, ഇതൊക്കെ എവിടെ പറഞ്ഞിട്ടുള്ളത്? ഫണ്ടമെന്റൽ റൈറ്റ്സിലാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെ ഈ ഒരു ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, ഇത് ഏതൊരു റൈറ്റിനോടാണ് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആവുന്നത്? ആർട്ടിക്കിൾ 19 ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആവുന്നത്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. പിന്നെ ഫെയ്ത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിൽ കുറേ ഭാഗങ്ങളുണ്ട്. റിലീജിയൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ വേറെ നമുക്ക് റൈറ്റ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളെ ഹനിക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്കത് ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രകാരം നമ്മുടെ മൗലിക അവകാശങ്ങളെ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കോടതിയിൽ പോവാം. കോടതിയിൽ പോയി കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് പ്രകാരം നമ്മളുടെ മൗലിക അവകാശങ്ങളെ ലംഘിച്ചതിനെതിരെ നടപടി എടുക്കേണ്ടതാണ് കോടതി. അങ്ങനെ കോടതി നടപടി എടുക്കണമെന്ന് ഇവിടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ലിബർട്ടി നമുക്ക് നൽകുമ്പോൾ നമ്മളുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനങ്ങളുടെ ആധിപത്യം ഉണ്ടായിട്ട് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലെങ്കിലോ, ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ വളരെ മോശമാണ്. പല ഡിക്റ്റേറ്റർഷിപ്പുകളിലും നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും നമുക്ക് എന്താ പറയുക, ജോലിയൊക്കെ കിട്ടി സമ്പത്തൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണെന്ന് തോന്നുന്ന പല രാജ്യങ്ങളിലും പക്ഷെ നമുക്കിഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ രാജാവിനെതിരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തല വെട്ടിക്കളയും. പിന്നെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഇഷ്ടമുള്ള എന്താ പറയുക വിശ്വാസങ്ങളോ നമ്മളുടെ വസ്ത്രങ്ങളോ പോലും പ്രോപ്പറായിട്ട് ധരിക്കാൻ പറ്റാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ വളരെ എന്താ പറയുക വളരെ അടിപൊളിയായിട്ടുള്ള രാജ്യമാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ ഭരണഘടന സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ ഇതൊരു അടിപൊളി രാജ്യം തന്നെയാണ്. ഇനി നമ്മളായി എന്താ പറയുക നമ്മൾ ജനങ്ങളായിട്ട് തിരഞ്ഞെടുക്കുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് ഈ ഒരു രാജ്യത്തിനെ കുട്ടിച്ചോറാക്കാതിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ ലിമിറ്റേഷൻസ് ഉള്ളത് ആകെ എന്താ പറയുക ഈ ഒരു മൊറാലിറ്റി, അതുപോലെ തന്നെ ഭരണഘടന, ഇതിനൊന്നും എതിരായിട്ട് പോകരുത്. അപ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്, ദ ലിബർട്ടി ഈസ് നോട്ട് ആബ്സല്യൂട്ട്. ആബ്സല്യൂട്ട് ആണോ? ആബ്സല്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ആബ്സല്യൂട്ട് എന്ന് പറയുമ്പോൾ എന്തും ചെയ്യാം. ലൈക്ക് എനിക്ക് ലിബർട്ടി ഉണ്ട്, ഐ എം ഫ്രീ ടു ഡു എനിത്തിങ്. എനിക്ക് എന്താ പറയുക, എനിക്ക് പുറത്ത് പോയി അസഭ്യം പറയാം, എനിക്ക് റോട്ടിൽ പോയിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിച്ചാടി നടക്കാം. ഇപ്പോൾ ചില സമയത്ത് കാണാറുണ്ടല്ലേ, ബസ്സിൻ്റെ മുന്നിലൊക്കെ പാട്ടൊക്കെ വെച്ചിട്ട് പോയി ഒബ്സ്ട്രക്ട് ചെയ്യുന്ന വ്യക്തികൾ നമ്മൾ കാണാറുണ്ട്. അത് ലിബർട്ടി ആണോ? അത് സ്വാതന്ത്ര്യമാണോ? അല്ല, അവിടെ മൊറാലിറ്റി ലംഘിച്ചു. അവിടെ എന്താ പറയുക ഈ ഭരണഘടനയെ നമ്മൾ ലംഘിച്ചു കഴിഞ്ഞു, നമ്മൾ മറ്റുള്ളവരെ ഹനിച്ചുകൊണ്ടിരിക്കുക അല്ലേ, അത് ലിബർട്ടി അല്ല. അപ്പോൾ ലിബർട്ടി ഈസ് നോട്ട് ആബ്സല്യൂട്ട്. ദർ ആർ റെസ്ട്രിക്ഷൻസ്, ദോസ് റെസ്ട്രിക്ഷൻസ് ആർ മെന്റ് ഫോർ ദ ഗുഡ് അല്ലേ. ഓരോരുത്തരുടെയും നല്ലതിന് വേണ്ടിയിട്ടാണ്. ആ നല്ലത്, നമ്മളുടെ നല്ലത് മറ്റുള്ളവരുടെ മോശമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ലിബർട്ടി എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ നമ്മൾ എവിടെ നിന്ന് എടുത്തത്? ഇപ്പം നമ്മൾ ഇനി അടുത്തത് കാണാൻ പോകുന്ന ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ഈ 3 കൺസെപ്റ്റ്സും നമ്മൾ എടുത്തത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ ഫ്രഞ്ച് റെവല്യൂഷനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, അടുത്തത് നമ്മൾ എൻഷ്യൂർ ചെയ്ത് കഴിഞ്ഞു, ജനങ്ങൾക്ക് നമ്മൾ ലിബർട്ടി എൻഷ്യൂർ ചെയ്ത് കഴിഞ്ഞു. ഇനി ലിബർട്ടിക്ക് ശേഷം എന്താ വരുന്നത്? ലിബർട്ടിക്ക് ശേഷം വരുന്നത് ഫ്രറ്റേണിറ്റി എന്നുള്ള കൺസെപ്റ്റ് അല്ല, ഈക്വാലിറ്റി ആണ്. സോറി, പെട്ടെന്ന് ഫ്രറ്റേണിറ്റിയിലോട്ട് പോയി. ഈക്വാലിറ്റി എന്നുള്ള കൺസെപ്റ്റാണ്. ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ എന്താ? സമത്വം. നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരെയും ഒരുപോലെയാണ് നോക്കേണ്ടത്. ഇതുവരെ കണ്ടിട്ടുള്ള പല പ്രിൻസിപ്പിൾസിലും നമ്മൾ ഈ ഈക്വാലിറ്റി എന്നുള്ളതൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെയും ഈക്വാലിറ്റി തന്നെയാണ് എൻഷ്യൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ഡെമോക്രസിയിൽ നമ്മൾ റൂൾ ഓഫ് ലോ കണ്ടപ്പോഴും അവിടെയും ഈക്വാലിറ്റി തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈക്വാലിറ്റി എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈക്വാലിറ്റി എന്ന് എടുത്തു പറയുമ്പോൾ ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്, നമ്മളുടെ സ്റ്റാറ്റസ്, നമ്മളെ കാണുന്ന രീതി ഈക്വൽ ആയിരിക്കണം. നമ്മൾ ജനങ്ങളുടെ ഇടയിൽ നമുക്ക് പല കണ്ണിലെ ആൾക്കാരെ കാണുമായിരിക്കും. ചിലപ്പോൾ എന്താ പറയുക, ഏതെങ്കിലും ഒരു വ്യവസായി, ഇപ്പോൾ യൂസഫ് അലി അടിപൊളിയാണ്. അതേസമയം നമ്മളൊരു പാവപ്പെട്ടവനെ കാണുമ്പോൾ ഇവനൊക്കെ പാവപ്പെട്ടവൻ. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ സമ്പത്ത് വെച്ച് അളക്കാറുണ്ട്. ഓക്കെ, ഇവൻ 10 ലക്ഷം ശമ്പളം ഉള്ളവനാണ്, ഇവന് വെറും 5 ലക്ഷം ശമ്പളം ഉള്ളൂ. അങ്ങനെ നമ്മൾ സമ്പത്ത് വെച്ച് അളക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ എന്താ പറയുക, സമ്പത്ത് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ജോലിനെ വരെ അളക്കാറുണ്ട് ഇല്ലേ? ജോലി, ഓക്കെ, 50,000 രൂപ ശമ്പളമുള്ള ജോലി മാത്രമാണ് ഏറ്റവും നല്ല ജോലി. മേ ബി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ എന്താ പറയുക, ചില ജോലികൾക്ക് ഒരു എത്തിക്കലായിട്ടുള്ള ജോലിയായിരിക്കും. നമ്മൾ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, സമൂഹത്തിന് നന്മയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട്
കാശുണ്ടാക്കുന്ന ആ ഒരു പണത്തിന് അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട്. അതേസമയം നമ്മൾ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ നമ്മൾ ഇഷ്ടമുള്ള പോലെ പറ്റിക്കുന്നതിൽ വരെ ഇപ്പോൾ വളരെ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അവൻ മണ്ടനായതുകൊണ്ടല്ലേ എനിക്ക് പറ്റിക്കാൻ പറ്റിയത്. സോ ഞാനൊരു സർവൈവൽ സിസ്റ്റത്തിൽ നോക്കുമ്പോൾ ഞാൻ ബുദ്ധിമാനാണ്, അതുകൊണ്ടല്ലേ എനിക്ക് കാശ് ഉണ്ടാവുന്നത്. അത് തെറ്റാണ്. നമ്മൾ ആരെ പറ്റിച്ചാലും അത് തെറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ സമ്പത്ത് ഉണ്ടാക്കുന്നതിന് പോലും മൂല്യങ്ങൾക്കും കൂടെ വില കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈക്വാലിറ്റിയിലോട്ട് വരുമ്പോൾ നമ്മളുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന സിസ്റ്റം എല്ലാവരെയും ഈക്വൽ സ്റ്റാറ്റസ് ആണ് നൽകുന്നത്. സമ്പന്നനാണെങ്കിലും ഏതെങ്കിലും ഒരു മുന്തിയ ജാതി എന്ന് സമൂഹം പറയുന്ന ഒരു ജാതിയിലത്തെ വ്യക്തിയാണെങ്കിൽ പോലും ഒരേ സ്റ്റാറ്റസ് ആണ്. അതുപോലെ തന്നെ വെറുതെ സ്റ്റാറ്റസ് മാത്രം പറഞ്ഞു വയ്ക്കല്ല, ഒരേ ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ ഒരു പബ്ലിക് ഓഫീസിലോട്ട് ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് ഒരേ ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവർക്കും ഒരുപോലെ മത്സരിക്കാവുന്നതാണ്. ഇപ്പോൾ ശശി തരൂരിനും മത്സരിക്കാം, എനിക്കും മത്സരിക്കാം. എനിക്ക് പ്രായമായിട്ടുണ്ടാവണം. അതിനുള്ള പ്രായം ഇപ്പോൾ ലോക്സഭയിലോട്ടാണെങ്കിലും എല്ലാത്തിനും ഓരോ പ്രായങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രായമായിട്ടുണ്ടാവണം. പ്രായമായിട്ടുണ്ടെങ്കിൽ എനിക്ക് മത്സരിക്കാം. ഞാൻ ഇന്നൊരു പാർട്ടിയുടെ അഫിലിയേഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് എന്നെ മാറ്റി നിർത്തുമൊന്നുമില്ല. അപ്പോൾ ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസും ഉണ്ട്, ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആൻഡ് ടു പ്രൊമോട്ട് എമംഗ് ദം ഓൾ, അത് അടുത്തതിലാണ് വരുന്നത്, ഫ്രറ്റേണിറ്റിനെ കുറിച്ചാണ് വരുന്നത്. അപ്പോൾ ഈ ഈക്വാലിറ്റിയിലോട്ട് നമ്മൾ വരുമ്പോൾ ഇവിടെ 3 തരത്തിലുള്ള ഈക്വാലിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മളെ പ്രിയാമ്പിളിൽ പറയുന്നില്ലെങ്കിലും 3 തരത്തിലുള്ള ഈക്വാലിറ്റി ഉണ്ട്. സിവിക് ആയിട്ടുള്ളത്, നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈക്വാലിറ്റി ഉണ്ട്. നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ നോക്കുമ്പോൾ ഈക്വാലിറ്റി ബിഫോർ ദ ലോ ആർട്ടിക്കിൾ 14 വരുന്നുണ്ട്. പിന്നെ ഡിസ്ക്രിമിനേഷൻ പാടില്ലെന്ന് ആർട്ടിക്കിൾ 15 പറയുന്നുണ്ട്. നമുക്കൊരു ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ PSC വഴിയൊക്കെ അപ്പോയിൻമെന്റ് നടക്കുമ്പോൾ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലേ. ഒരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ, ഞാൻ വീണ്ടും പറയുന്നു, അത് ഒരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യമാണ്. പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോക്കം കൊണ്ടുവരാനാണ്. പക്ഷെ നമ്മളൊരു കാറ്റഗറിയിൽ വരുമ്പോൾ നമ്മളെല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു മന്ത്രിപുത്രനോ ആർക്കെങ്കിലും വന്നിട്ട് ഇവിടെ ഒരു റൈറ്റസ് ആയിട്ടുള്ള വഴിയിൽ, നിയമപരമായിട്ടുള്ള വഴിയിൽ ഒരിക്കലും നമ്മുടെ മുന്നിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആർട്ടിക്കിൾ 16 എൻഷുർ ചെയ്യുന്നുണ്ട്. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, നമ്മൾ ഒരിക്കലും അവൻ താഴ്ന്ന ജാതിക്കാരനാണ്, അവൻ ഇന്ന ഒരു പണിയെടുക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അവനെ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലൊന്നും ഇപ്പോൾ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. പണ്ട് ഉണ്ടായിട്ടുണ്ടാവും, 47-ന് മുന്നേ, സ്വാതന്ത്ര്യത്തിന് മുന്നേ അത് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോഴും പലരും ആ ഒരു കാലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വളരെയധികം ഞങ്ങളന്ന് വലിയ ജാതിക്കാരായിരുന്നു, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ വ്യക്തികളൊക്കെ വരുമായിരുന്നു, അങ്ങനെയുള്ളവർക്കൊക്കെ വെറും ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഭക്ഷണം കൊടുക്കാറെന്നൊക്കെ പറഞ്ഞ് അഹങ്കാരം കൊള്ളാറുണ്ട്. പക്ഷെ അങ്ങനെ അഹങ്കാരം കൊള്ളാൻ പാടില്ല. പിന്നെ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി, നമ്മൾ ജനങ്ങൾക്കായിട്ടൊരു രാജ്യം നിർമ്മിച്ചത് ഇത്തരം പ്രാക്ടീസസ് മുന്നോട്ട് കൊണ്ടുപോകാനല്ല. അൺടച്ചബിലിറ്റി ഈസ് അബോളിഷ്ഡ് ഹിയർ. ഇവിടെ അൺടച്ചബിലിറ്റി പാടില്ല. ഏതെങ്കിലും ഒരു മന്ത്രിയോ MLA യോ MP യോ ഈ ഒരു അൺടച്ചബിലിറ്റി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവർക്കെതിരെ വരെ നടപടി എടുക്കാവുന്നതാണ്. പക്ഷെ സ്റ്റിൽ പറയുന്നവരുണ്ട്, അത് വേറൊരു കാര്യം. പക്ഷെ നമ്മളുടെ സിസ്റ്റത്തിൽ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആർട്ടിക്കിൾ 17 പ്രകാരം ഉണ്ട്. അതുപോലെ തന്നെ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ഇപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്, നമ്മളെ ജ്യോതിരാദിത്യ സിന്ധ്യ പണ്ട് രാജകുടുംബത്തിൽ നിന്നാണ് പറയാറുണ്ട്. ചിലർ പറയാറ് മഹാരാജ. ആക്ച്വലി രാജകുടുംബം ഉണ്ടായിരുന്നെങ്കിൽ അവർ രാജാക്കന്മാരായിരിക്കുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഇങ്ങനെ ഒരു കാര്യമൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. ഇന്ത്യ എന്നുള്ളൊരു സിസ്റ്റത്തിൽ ആർക്കും പണ്ട് രാജകുടുംബമായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു വിലയില്ല. നമ്മളെ കൊച്ചി രാജാവ് സിനിമയിൽ ജഗതി പറയാറുണ്ട്, ഞങ്ങൾ പണ്ട് രാജകുടുംബം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതായിരുന്നെങ്കിൽ അന്നായിരുന്നു. ഇത് ഞങ്ങൾ ജനങ്ങളുടെ രാജ്യമാണ്. അല്ലാണ്ട് നിങ്ങളുടെ രാജകുടുംബം ഭരിച്ചിരുന്ന രാജ്യം അന്ന്, ഇപ്പൊ ആ ഒരു രാജ്യമല്ല. ഇപ്പൊ ഞങ്ങൾ ജനങ്ങളാണ് ഇവിടെ ഭരിക്കുന്നത്. അപ്പോൾ ഒരു രാജ കുടുംബത്തിന്റെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു പ്രത്യേക ടൈറ്റിലോ കൊണ്ട് അവർ നടക്കാൻ പാടില്ല. ഈവൻ ഇവിടെ ഈ ഭാരത് മോഹൻലാൽ എന്നൊക്കെ പറയാറില്ലേ, ഇവൻ അങ്ങനെ ഒരു ടൈറ്റിൽ വെക്കരുത് എന്നാണ് പറയണത്. അതിന് തന്നെ ചില എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മളുടെ ഗവൺമെന്റ് കൊടുക്കുന്ന കാര്യങ്ങൾക്ക് എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ അത്രയും വലിയൊരു അക്കാഡമിക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അച്ചീവ്മെന്റിന് കൊടുക്കുന്ന കാര്യങ്ങൾക്ക് തന്നെ എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷെ മാക്സിമം പേരിന്റെ കൂടെ അങ്ങനത്തെ ഒരു കാര്യം ഉപയോഗിക്കരുത് എന്നാണ് പറയുക. അതാണ് എബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. അത് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ് തന്നെയാണ്. ആർട്ടിക്കിൾ 18 പ്രകാരമുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഈ മഹാരാജാവ് എന്നൊക്കെ പറഞ്ഞ പോലെ ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ടൈറ്റിൽസ് അല്ലേ, അതായത് ഞാൻ ഇന്ന ഒരു ഫാമിലിയിൽ ആയതുകൊണ്ട് വരുന്ന ടൈറ്റിൽസ്, അത് ഒരിക്കലും പാടില്ല.
ഇവിടെ അച്ചീവ്മെൻറ്റുകൾക്കുള്ള ടൈറ്റിൽസിനെ കുറിച്ച് വേറൊരു എക്സെപ്ഷൻ തന്നെയുണ്ട്. പക്ഷെ പേരിൻ്റെ കൂടെ വെക്കരുതെന്ന് തന്നെയാണ് അവർ മാക്സിമം പറയുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ സിവിക് ആയിട്ടുണ്ട്, നിയമം നമുക്ക് നൽകുന്ന ചില ഈക്വാലിറ്റിയുടെ ആയിട്ടുള്ള മെഷേഴ്സ് ഉണ്ട്. പിന്നെ പൊളിറ്റിക്കലി നോക്കുമ്പോൾ ഇവിടെ ഈക്വാലിറ്റി ഉണ്ട് അല്ലേ. ഇവിടെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ആ റൈറ്റ്സ് പറഞ്ഞു വെക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 325 പ്രകാരം ഒരിക്കലും ആരെയും ഈ ഒരു വോട്ടിംഗ് റൈറ്റ്സ് നൽകുമ്പോൾ, ഇപ്പം നമ്മളുടെ ഇലക്ട്രൽ റോളൊക്കെ വന്നു കഴിഞ്ഞു അല്ലേ, വോട്ടർ പട്ടികയൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു വോട്ടർ പട്ടിക നിർമ്മിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മതത്തിൻ്റെയോ കാസ്റ്റിൻ്റെയോ പേരിൽ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും ഞാൻ എല്ലാ കാര്യത്തിലും ഈ മതം ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പറയുന്നുള്ളതായിട്ട്. കാരണം നമ്മളുടെ രാജ്യത്തെ ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഓരോ ഭാഗത്തിലും ഇപ്പോൾ ജസ്റ്റിസിൻ്റെ കാര്യത്തിലാണെങ്കിലും ലിബർട്ടിയുടെ കാര്യത്തിലാണെങ്കിലും ഈക്വാലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും അത് എപ്പോഴും ഉറപ്പുവരുത്താൻ, മതത്തിൻ്റെ പേരിലോ ഒരു കാര്യത്തിൻ്റെ പേരിലോ ഇവിടെ ഡിസ്ക്രിമിനേഷൻ ഇല്ലയെന്ന് ഉറപ്പ് വരുത്താൻ നമ്മളെ ഭരണഘടനാ ശില്പികൾ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യത്തിലും ഈ ഒരു ഡിസ്ക്രിമിനേഷൻ എന്നുള്ള കാര്യം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്കറിയാം അംബേദ്കർ എന്ന വ്യക്തി ഈ ഡിസ്ക്രിമിനേഷൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇത് ഡ്രാഫ്റ്റ് ചെയ്തത്. സോ ഹി വിൽ ഫോർ ഷുവർ എൻഷുവർ ദാറ്റ് നോ വൺ ഗെറ്റ്സ് ഡിസ്ക്രിമിനേറ്റഡ് ഇൻ ദിസ് കൺട്രി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഈക്വാലിറ്റിയും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഓരോ റൈറ്റ്സ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ആർട്ടിക്കിൾ 325 നമ്മളുടെ വോട്ടിംഗ് റൈറ്റ്സിൻ്റെ കാര്യത്തിൽ പറയുന്ന പോലെ തന്നെ ആർട്ടിക്കിൾ 326 പറയുന്നുണ്ട് ലോക്സഭയിലോട്ടും സ്റ്റേറ്റ് അസംബ്ലീസിലോട്ടും ഈ ഒരു അഡൽട്ട് സഫറേജ് വഴി, അതായത് പ്രായപൂർത്തിയായവർക്കൊക്കെ വോട്ടിംഗ് റൈറ്റ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഒരു എലക്ഷൻ നടത്തി അവിടുത്തെ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കേണ്ടതെന്നും ഇവിടെ പറയുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഭയങ്കര വിപ്ലവകരമായിട്ടുള്ളൊരു തീരുമാനം എടുത്ത കൺട്രി ആയിരുന്നു. പല രാജ്യങ്ങളും വനിതകൾക്ക് വോട്ടിംഗ് റൈറ്റ്സ് കൊടുക്കാതിരുന്ന സമയത്താണ് നമ്മളുടെ രാജ്യത്ത് തന്നെ കുറച്ച് പേർക്ക് മാത്രം അന്ന് വിദ്യാഭ്യാസം പോലും ഉണ്ടായിരുന്നുള്ളൂ. ആ വിദ്യാഭ്യാസമോ സമ്പത്തോ അല്ലെങ്കിൽ എന്താ പറയുക വനിതയാണെന്നതോ ഒന്നും ഒരു വ്യത്യാസം വെക്കാതെ എല്ലാവർക്കും വോട്ടിംഗ് റൈറ്റ് കൊടുത്തു എന്നുള്ളതിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെ എടുത്തൊരു രാജ്യമായിരുന്നു ഇന്ത്യ എന്നുള്ളത്. അന്ന് നമ്മൾ ഇപ്പോൾ വരെ പറയുന്നവരുണ്ട് ഇത് തിരഞ്ഞെടുക്കുന്നവർ ആ പാവപ്പെട്ടവർ, അവന്മാർക്കൊന്നും അറിയില്ല, അവർക്കൊരു 500 രൂപ കൊടുക്കുമ്പോൾ അവർക്ക് അതാണ് വലുത് എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക പാവപ്പെട്ടവരെ പ്രീണപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇവിടുത്തെ പല സ്കീംസ് എന്നും പറയുന്നവരുണ്ട്. ഇവിടെ എന്താ പറയുക ഇങ്ങനെ പല പെൻഷൻ കൊടുക്കുന്നതിനൊക്കെ വിമർശിക്കുന്നവരുണ്ട്. പക്ഷെ അവർ കാണാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്സിഡി പാവങ്ങൾക്ക് പല എന്താ പറയുക റേഷൻ ആണെങ്കിലും പല കാര്യങ്ങളും കൊടുക്കുന്ന പോലെ തന്നെ വലിയ വ്യവസായങ്ങൾക്കും പല വിധത്തിലുള്ള ഇളവുകളും കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇത്ര രൂപയുടെ ഇളവ് അല്ലെങ്കിൽ ടാക്സിൽ നിന്ന് ഇളവ്, അങ്ങനെ പല ഇളവുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാവപ്പെട്ടവരൊന്നും പറയുന്നില്ല, കാരണം പാവപ്പെട്ടവർ പലപ്പോഴും ഇത് മനസ്സിലാക്കുന്നില്ല. അതേസമയം എന്താ പറയുക പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പ്രശ്നമാണ്. ഇത് എന്താ പറയുക സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല, പക്ഷെ ഇവിടെ രണ്ടുപേർക്കും സമ്പന്നർക്കും പല ഇളവുകളും കൊടുക്കുന്നുണ്ട്. ആ ഇളവുകൾ കൊടുക്കുമ്പോൾ സമ്പന്നരും മിണ്ടാതിരിക്കും, പാവപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് വല്ലാത്ത പ്രശ്നമാണ്. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് നമ്മൾ എന്താണ് കാത്തു സൂക്ഷിക്കേണ്ടത് എന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഫ്രറ്റേണിറ്റിയാണ്, സാഹോദര്യത്തിനെ കുറിച്ച് നമ്മൾ വളരെയധികം സംസാരിക്കുന്നതാണ്. അപ്പോൾ സാഹോദര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ എല്ലാവരും ഒരുപോലെ ഇന്ത്യക്കാർ ഒരുപോലെ പരസ്പരം റെസ്പെക്ട് ചെയ്തുകൊണ്ട് പോകണം. ഡിഗ്നിറ്റിക്ക് വളരെ വില കൊടുക്കുന്ന ഒരു രാജ്യം തന്നെയാണിത്. ഇവിടെ ആ ഒരു ഡിഗ്നിറ്റിക്ക് വില കൊടുക്കുന്നത് പോലെ ഇവിടുത്തെ യൂണിറ്റി, ഇവിടുത്തെ ജനങ്ങളുടെ ഐക്യം, അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി, ഇവിടുത്തെ ഒരു രാജ്യം ഒന്നായിട്ട് നിലനിൽക്കേണ്ടത് അഖണ്ഡത അതും കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. പിന്നെ ഈക്വാലിറ്റിയിൽ നമ്മൾ പൊളിറ്റിക്കൽ ഈക്വാലിറ്റി, അത് കഴിഞ്ഞിട്ട് എക്കണോമിക് ഈക്വാലിറ്റി ഉണ്ട്. അത് എൻഷുർ ചെയ്യണത് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല, അതും കൂടെ ഞാനൊന്ന് പറഞ്ഞു പോകാം. നമ്മളുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പോകുമ്പോൾ ആർട്ടിക്കിൾ 39 പറയുന്നുണ്ട് ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അവർ ചെയ്യുന്ന ജോലിക്ക് ഈക്വൽ ആയിട്ടുള്ള റെമ്യൂണറേഷൻ കൊടുക്കണം. അവരെ ഒരിക്കലും എന്താ പറയുക നീ ആണല്ലോ, നിനക്ക് ആണായതുകൊണ്ട് കുറേയധികം പണിയെടുക്കാൻ പറ്റും, പെണ്ണുങ്ങൾക്ക് അത്രയും പണിയെടുക്കാൻ പറ്റില്ലല്ലോ, അപ്പം നിനക്ക് വേതനം കുറവ് മതി എന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ ജോലി കിട്ടാനുള്ള ഒരു അവകാശമുണ്ട്. അവർക്ക് ഈക്വൽ റൈറ്റ് ടു ആൻ അഡ്യൂക്കേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഉണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതം നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതിന് പ്രകാരമാണ് നമുക്കിവിടെ MGNREG ഒക്കെ ഉള്ളത്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, നമ്മളുടെ
മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, നമ്മളുടെ ഇവിടെ എന്താ പറയുക, നമ്മൾ റോഡൊക്കെ വെട്ടിത്തെളിക്കാനും കാര്യങ്ങൾക്കൊക്കെ MGNREGA വർക്കേഴ്സ് വരാറുണ്ട്. അവർക്ക് 100 ദിവസത്തെ ജോലി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പ്രകാരമാണ്. അപ്പോൾ നമ്മൾ ഫ്രറ്റേണിറ്റിയിലോട്ട് വരുമ്പോൾ, ഫ്രറ്റേണിറ്റിയിൽ ഞാൻ പറഞ്ഞു എന്താ, സാഹോദര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സാഹോദര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരെയും പരസ്പരം റെസ്പെക്ട് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നമ്മളെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഭേദഗതി വഴി തന്നെ കൊണ്ടുവന്നതാണ്. 42ാമത്തെ ഭേദഗതി വഴി തന്നെ കൊണ്ടുവന്നതാണ്. പക്ഷെ എവിടെയൊക്കെയോ നമ്മളെ ഭരണഘടനയിൽ പല സ്ഥലത്തും ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മളുടെ ഒപ്പമുള്ള വ്യക്തികളുടെ, ഇന്ത്യക്കാരായിട്ടുള്ളവരെ നമ്മൾ ബഹുമാനിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഡിഗ്നിറ്റിക്ക് വളരെ വലിയ വിലയാണ് കൊടുക്കുന്നത്. KM മുൻഷി വരെ ഇതൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ട്. വെറുതെ നമ്മളുടെ മെറ്റീരിയൽ ഇമ്പ്രൂവ്മെന്റ് മാത്രമല്ല, നമ്മൾ ജനങ്ങളെന്നുള്ള രീതിയിൽ നമ്മൾ വെറുതെ കണ്ടാൽ മതി. നമ്മളെ ബഹുമാനിക്കണമെന്ന് ഈ ഒരു ഭരണഘടനയ്ക്ക് എടുത്തു പറയേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഭരണഘടനയ്ക്ക് ഇതൊരു എന്താ പറയുക, ഒരു പാരാമീറ്റർ ആയിട്ട് വെക്കേണ്ട ആവശ്യം പോലും ഇല്ല. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാ ഈ ഭരണഘടന പറയണേ, ഇത് പറഞ്ഞിട്ട് വേണോ, അല്ലെങ്കിൽ ഇത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഭരണഘടന അതിനും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരെയും ബഹുമാനിക്കണമെന്ന് പ്രത്യേകം നമ്മളുടെ ഭരണഘടന എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും സെൽഫ് റെസ്പെക്റ്റിന് അത്രയും വില കൊടുക്കുന്ന ഒരു രാജ്യമാണിത്. പക്ഷെ സ്റ്റിൽ ഇത് ഭരണഘടനയിലുണ്ട്, എത്രത്തോളം ഇംപ്ലിമെന്റേഷനിലുണ്ട്. പലപ്പോഴും പാവപ്പെട്ടവരെ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചൂഷണം ചെയ്ത്, നമ്മൾ ജയ് ഭീം സിനിമയിലൊക്കെ കണ്ടില്ലേ, അവിടെയൊക്കെ കാണുന്നത് എന്താ, അറിവില്ലാത്തവരെ മാക്സിമം ചൂഷണം ചെയ്യുന്നു. പവർ ഉള്ളവർ എപ്പോഴും ആ പവർ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനും കൂടെ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണാറുള്ളത്. പിന്നെ ഇതേ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ നമ്മളെ 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വന്ന അതേ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഡിഗ്നിറ്റി ഓഫ് വുമൺ കാത്തു സൂക്ഷിക്കണം. അപ്പോൾ ഡിഗ്നിറ്റി ഓഫ് വുമൺ എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്ത്രീകളുടെ ആ ഒരു സെൽഫ് റെസ്പെക്ട്, അവരുടേതായിട്ടുള്ള അവർക്ക് ബഹുമാനം കൊടുക്കണം. അവരെ നമ്മൾ പലപ്പോഴും നമ്മളൊക്കെ കാണാറുണ്ട്, നമ്മൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ കയറുമ്പോൾ നമ്മൾ കാണാറുണ്ട്, സ്ത്രീകളെ ഏതെങ്കിലും ഒരു വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അവരെ പോയി അധിക്ഷേപിക്കുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതിനെ ശിക്ഷിക്കാനുള്ള പല നിയമങ്ങളും ഉണ്ടാവും. ആ നിയമങ്ങൾ വേറൊരു കാര്യം തന്നെ. അല്ലാതെ തന്നെ നമ്മളെ ഭരണഘടനയിൽ തന്നെ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് നോൺ ജസ്റ്റിസിബിൾ ആണ്. അതായത് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും ആരെയും കൊണ്ടുപോയിട്ട് ലോക്കപ്പിൽ ഇടാൻ പറ്റില്ല. പക്ഷെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, സ്ത്രീകളെ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവരെ എന്താ പറയുക ലോക്കപ്പിലാക്കാനുള്ളത്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ തന്നെ പക്ഷെ പറയുന്നുണ്ട്, നമ്മളുടെ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കാനും പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് അപ്പോഴൊക്കെ പ്രവർത്തിക്കുന്നത്. ഇത് ജസ്റ്റിസിബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്താ പറയുക, ഭരണഘടന തെറ്റിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നതല്ല ശരി. ഇൻറ്റഗ്രിറ്റി എന്നുള്ള കാര്യം എന്താണെന്നറിയോ, ഇൻറ്റഗ്രിറ്റി, ഇവിടുത്തെ ഇൻറ്റഗ്രിറ്റി വേറൊരു അർത്ഥമാണ്. ഇൻറ്റഗ്രിറ്റി എന്നുള്ളത് നമ്മളൊരു മൂല്യം എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രിറ്റിയുടെ അർത്ഥം എന്ന് പറയുന്നത് ആരും ഒന്നും നോക്കാനില്ലെങ്കിലും നമ്മൾ ശരിയായിരിക്കണം ചെയ്യേണ്ടത്. ഇപ്പോൾ ആരെങ്കിലും നോക്കുമ്പോൾ, ഇപ്പോൾ അമ്മ നോക്കിയിരിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ പഞ്ചസാര കക്കില്ല. അമ്മ പോയി കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര കക്കാം എന്നുള്ളത് ഇൻറ്റഗ്രിറ്റിക്ക് എതിരാണ്. ഇൻറ്റഗ്രിറ്റി ഉള്ള വ്യക്തി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അവിടെ നിൽക്കുമ്പോഴാണെങ്കിലും അമ്മ അവിടെ നിന്ന് പോയാലാണെങ്കിലും പഞ്ചസാര ഒരിക്കലും കക്കില്ല. അതാണ് നമ്മൾ ആരുടെയും ഒരു എന്താ പറയുക, ഒരു ഇമ്പോസിഷൻ കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ ഉള്ളത് കൊണ്ടോ ആയിരിക്കരുത് നമ്മൾ നല്ലത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ തെറ്റ് ചെയ്യാണ്ടിരിക്കേണ്ടത്. നമ്മൾ തെറ്റ് ചെയ്യാണ്ടിരിക്കേണ്ടത് നമുക്ക് നമ്മളുടെ ഉള്ളിൻ്റെ ആ ഒരു തോട്ടുള്ളത് കൊണ്ടായിരിക്കണം. ഇവിടെ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു രാജ്യത്തിൻ്റെ അഖണ്ഡതയെ കുറിച്ച് പറയുമ്പോൾ ഫിലോസഫിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരൊറ്റ രാജ്യം എന്നുള്ള ചിന്ത ഉണ്ടാവണം, നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ചിന്തയോട് കൂടി ആയിരിക്കണം നിൽക്കണം എന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ടെറിട്ടോറിയലായിട്ടും പറയുന്നുണ്ട്. ടെറിട്ടോറിയലായിട്ട് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ എന്താ, കാരണം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊരു യൂണിയനാണ്. ഇറ്റ് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അല്ലേ, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ്. ഇവിടെ സംസ്ഥാനങ്ങൾ ഒക്കെ എന്താ പറയുക, നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടായൊരു രാജ്യമല്ല ഇത് നമ്മൾ ഇവിടുത്തെ ഭരണം നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ സംസ്ഥാനങ്ങളായിട്ട് അവരെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്താ, സംസ്ഥാനങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ ഇറങ്ങി പോകാൻ പറ്റില്ല. അതാണ് പറയുന്നത് ടെറിട്ടോറിയലായിട്ട്, അതായത് നമ്മളുടെ ഭൂപ്രദേശങ്ങളുടേതായിട്ടുള്ള ഒരു എന്താ പറയുക ഇൻറ്റഗ്രിറ്റിയും കൂടെ യൂണിറ്റിയും കൂടെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത്. ഒരു സംസ്ഥാനത്തിനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറ്റില്ല. ഈ ഒരു രാജ്യം സുപ്രീമാണ്. ഈ ഒരു കേന്ദ്രത്തിനോട് കണക്റ്റ് ആയിട്ട് വേണം
എല്ലാ സംസ്ഥാനങ്ങളും നിൽക്കാനായിട്ട്. ഒരു ദിവസം വന്നിട്ട് ഇറങ്ങി പോകാൻ പറ്റും എന്നും പറഞ്ഞ് പോവാൻ പാടില്ല. അപ്പോൾ ഇതാണ് ടെറിട്ടോറിയൽ ആയിട്ട് പറയുന്നത്. സൈക്കോളജിക്കലായിട്ട് പറയുമ്പോഴോ, നമ്മൾ ജനങ്ങൾ ഈ ഒരു രാജ്യത്തെ ജനങ്ങളാണെന്നുള്ള ബോധ്യം വേണം. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കണം. നമ്മളുടെ സഹോദരി സഹോദരന്മാരാണ്. നമ്മൾ ചെറുപ്പം തൊട്ട് പറയുന്ന ഒരു പ്ലെഡ്ജാണ്, നമ്മൾ ഇന്ത്യൻസ് ആണ്, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നുള്ളത്. അപ്പോൾ അവരെ ആ ഒരു രീതിയിൽ തന്നെ ബഹുമാനിക്കാനും നമ്മൾ പഠിക്കണം. അപ്പോൾ അതാണ് നമ്മളുടെ അടുത്തതായിട്ട് നമ്മൾ എന്താ പറയുക കാത്തു സൂക്ഷിക്കാനായിട്ട് പറയുന്ന കാര്യം. അതോടുകൂടെ നമ്മളുടെ കീവേഡ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു പ്രിയാമ്പിളിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ഇതിന്റെ പ്രാധാന്യം. ഇതിന് ശരിക്കും പ്രാധാന്യം വല്ലതുണ്ടോ? ശരിക്കും ഭരണഘടന നിർമ്മിച്ചതിന് ശേഷം എന്തിനാണ് ഇങ്ങനത്തെ ഒരു പ്രിയാമ്പിൾ കൊണ്ടുവന്നത് തന്നെ? ഈ ഒരു പ്രിയാമ്പിളിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും വളരെയധികം പുകഴ്ത്തിക്കൊണ്ടാണ് പറയുന്നത്. നിങ്ങളും ഈ പ്രിയാമ്പിളിനെ കുറിച്ച് വായിച്ചപ്പോൾ നിങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ? കാരണം അത്രയും നല്ല കാര്യങ്ങൾ നമ്മളുടെ ഭരണഘടന എന്താണെന്ന് അത്യാവശ്യം നമുക്ക് ഇപ്പം തന്നെ മനസ്സിലായി. എന്താണ് നമ്മളുടെ ഭരണഘടന ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഇപ്പം തന്നെ മനസ്സിലായില്ലേ? ഇവിടെ ഒരു സോവറൈൻ സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണുള്ളത്. അതുപോലെ തന്നെ ഓരോ ജനങ്ങൾക്കും ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, ലിബർട്ടി ഓഫ് തോട്ട് എക്സ്പ്രഷൻ, ഫെയ്ത്ത്, ബിലീഫ് ആൻഡ് വർഷിപ്പ്, ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, അതുപോലെ തന്നെ ഫ്രെറ്റേണിറ്റി, നമ്മളുടെ രാജ്യത്തിൻ്റെ സമത്വത്തിനായിട്ടും അഖണ്ഡതയ്ക്കായിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന് ഭരണഘടന വായിക്കാതെ തന്നെ നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇതൊരു അടിപൊളി ഡോക്യുമെൻ്റ് അല്ലേ? അത് തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളെ KM മുൻഷി എന്ന് പറഞ്ഞ നമ്മളുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന വ്യക്തി പറഞ്ഞത് ഇതൊരു ഹൊറോസ്കോപ്പാണ്. നമ്മൾ പറയില്ലേ ജാതകം, നമ്മളുടെ ഭരണഘടനയുടെ ജാതകമാണ് ഈ ഒരു പ്രിയാമ്പിൾ അഥവാ ഭരണഘടനയുടെ ആമുഖം എന്നാണ് പറഞ്ഞത്. ഒരു ബ്രിട്ടീഷ് അഥവാ ഇംഗ്ലീഷ് പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ഉണ്ട്, ഏണസ്റ്റ് ബേക്കർ എന്നു പേരുള്ള അദ്ദേഹം. ഈ ഒരു ഭരണഘടനയുടെ ആമുഖം കണ്ടിട്ട് അത്ര ഇഷ്ടമായിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് തുടങ്ങി വെച്ചത് തന്നെ ഈ ഒരു ഭരണഘടനയുടെ ആമുഖമായിട്ടാണ്. പിന്നെ M ഹിദായത്തുള്ള എന്നു പേരുള്ള നമ്മളുടെ ഇന്ത്യയുടെ ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു. അദ്ദേഹവും പറഞ്ഞിരുന്നു ഇത് എന്താ പറയുക നമ്മളുടെ അമേരിക്കക്കാരാണല്ലോ തുടങ്ങി വെച്ചത്. അമേരിക്കക്കാരുടെ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിനോട് വളരെയധികം സാമ്യമുള്ള ഒരു എന്താ പറയുക ഒരു ആമുഖം തന്നെയാണ് ഇത്. പക്ഷെ ഇത് അതുക്കും മേലെയാണ്. അതുക്കും മേലെ എന്താ പറയുക ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുന്ന ഒരു ആമുഖമാണ് നമ്മളുടെ രാജ്യത്തിനുള്ളതെന്നാണ് M ഹിദായത്തുള്ള എന്നുള്ള വ്യക്തി പറഞ്ഞത്. അപ്പോൾ സിഗ്നിഫിക്കൻസിൽ നമ്മൾ പലരും നമ്മളുടെ ഭരണഘടനയുടെ ആമുഖത്തിനെ പുകഴ്ത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാ പുകഴ്ത്തുകളും നമുക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാലോ ഇത് അടിപൊളിയാണ്. നമ്മൾ ഇത്രയും വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് അടിപൊളിയായിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആണെന്ന്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഭരണഘടനയുടെ ആമുഖം എന്നുള്ളത് എന്താ നമ്മളുടെ ഭരണഘടനയുടെ ഭാഗമാണോ? ഞാൻ പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു അല്ലേ, നമ്മളുടെ ഭരണഘടന ഫുള്ളായിട്ട് ഫോം ചെയ്തതിന് ശേഷം നമ്മൾ നിർമ്മിച്ചതാണ് പ്രിയാമ്പിൾ. അതായത് നമ്മൾ എന്താ ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ടാണ് ഉണ്ടാക്കിയത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എങ്കിൽ നമ്മൾ വീട് പണിതതിന് ശേഷം അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപം എന്താണ് ആ വീട്ടിലുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭരണഘടനയുടെ ആമുഖം നിർമ്മിച്ചതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ ഈ ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ പാർട്ടാണോ? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാർട്ടല്ല. അപ്പോൾ ഭരണഘടനയുടെ ആമുഖം പാർട്ടാണോ? ഇതിനെക്കുറിച്ച് കുറേ അധികം ചോദ്യങ്ങൾ വന്നു. അപ്പോൾ ആ ചോദ്യങ്ങൾ വഴി തന്നെ നമുക്ക് പഠിക്കാം. ആദ്യം വന്നത് ബെർബറി യൂണിയൻ കേസിലാണ്. ബെർബറി യൂണിയൻ കേസിൽ കുറേ പേര് പറഞ്ഞു ഇത് എന്താ ഭരണഘടനയുടെ ഭാഗമല്ല എന്നും പറഞ്ഞൊക്കെ വാദിച്ചു. അപ്പോൾ സുപ്രീം കോടതി ആ ഒരു സമയത്ത് കൊണ്ടുവന്ന വിധി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭരണഘടനയുടെ ആമുഖം എന്ന് വെച്ചാൽ വളരെ നല്ലതാണ്. ശരിക്കും എന്താ പറയുക നമ്മളുടെ ഭരണഘടനാ ശില്പികൾ എന്താണ് ഉദ്ദേശിച്ചതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾക്ക് ഭരണഘടന വായിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്കോ എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ടോ തോന്നുവാണെങ്കിൽ ഈ ഭരണഘടനയുടെ ആമുഖം എടുത്ത് വായിച്ചാൽ മതി. അപ്പോൾ ശരിക്കും അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവാനായിട്ട് നമുക്ക് ഈ പ്രിയാമ്പിൾ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഈ ബെർബറി യൂണിയൻ കേസിൽ നമ്മളെ സുപ്രീം കോടതി പറഞ്ഞേക്കാണ് എന്താ പറഞ്ഞതെന്നറിയോ? നമ്മളെ പ്രിയാമ്പിൾ പാർട്ടല്ലാന്ന്, പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് ബെർബറി യൂണിയൻ കേസിൽ നമ്മളെ സുപ്രീം കോടതി പറഞ്ഞു. പക്ഷെ അത് നിങ്ങളുടെ മനസ്സിലോട്ട് എടുക്കാൻ വരട്ടെ, അത് പഠിക്കേണ്ടതായിട്ടില്ല. കാരണം അതിനുശേഷം കേശവാനന്ദ ഭാരതി കേസ് നിങ്ങളെല്ലാവരും പഠിക്കേണ്ട ഒരു കേസാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ബേസിക് സ്ട്രക്ചർ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും. ആ ഒരു കേസ് വഴിയാണ്, ഈ കേശവാനന്ദ ഭാരതി കേസ് വഴിയാണ് ഈ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ പറഞ്ഞു, ബെർബറി യൂണിയൻ കേസിൽ നമുക്ക് ചെറിയൊരു തെറ്റുപറ്റിപ്പോയി, ഭരണഘടനയുടെ ഭാഗം തന്നെയാണ് പ്രിയാമ്പിൾ. ഇവിടെ ഇതാണ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്.
ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഒരു ഭാഗം തന്നെയാണ് എന്ന് നമ്മളുടെ കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞു. അതിനുശേഷം LIC ഓഫ് ഇന്ത്യ കേസിൽ നമ്മളുടെ എന്താ പറയുക സുപ്രീം കോടതി വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, ഞങ്ങൾ അന്ന് പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, ഭരണഘടനയുടെ ഭാഗം തന്നെയാണ് നമ്മളുടെ ഈ ഒരു ഭരണഘടനയുടെ ആമുഖം എന്നുള്ളത്. ഇത് നമുക്ക് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, അതായത് നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആ ഒരു എന്താ പറയുക സിറ്റിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ അതൊക്കെ പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 3 വർഷം എടുത്തിട്ടാണ് നമ്മളുടെ ഭരണഘടന നിർമ്മിച്ചത്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 2 വർഷം 11 മാസം 18 ദിവസം. അപ്പോൾ അത്രയും സമയം എടുത്തിട്ടെന്ന് പറയുമ്പോൾ അതിലത്തെ എല്ലാ പ്രൊസീഡിങ്സും പ്രോപ്പറായിട്ട് നമ്മളൊരു മീറ്റിംഗ് ഒക്കെ കൂടുമ്പോൾ മിനിറ്റ്സ് എഴുതി വയ്ക്കുന്നു അറിയില്ലേ, അതുമാതിരി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആരായിരുന്നു? നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒരു മോഷൻ അങ്ങോട്ട് ഇറക്കി. ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് പ്രിയാമ്പിൾ സ്റ്റാൻഡ്സ് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ഭാഗമാണ് ഭരണഘടനയുടെ ആമുഖം എന്നുള്ള ഒരു മോഷൻ ഇറക്കി. എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കിയ സെറ്റപ്പാണ് ഭരണഘടനയുടെ ആമുഖമാണ്. ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്നുള്ള രീതിയിൽ. അപ്പോൾ പിന്നെ അതിൽ വേറെ കോൺട്രവേഴ്സി ഇല്ലല്ലോ, വേറെ ചോദ്യം ഇല്ലല്ലോ. പ്രിയാമ്പിള് ഭരണഘടനയുടെ ഭാഗമാണ്. പക്ഷേ ഭരണഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും ഇതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രിയാമ്പിള് ഭരണഘടനയുടെ ഭാഗമൊക്കെ തന്നെയാണ്. പക്ഷേ preamble is neither a source of power to legislature nor a prohibition upon the powers of legislature. അതായത് നമ്മളുടെ ഭരണഘടന പാർലമെന്റിന് നൽകുന്ന കുറെ പവേഴ്സ് ഇല്ലേ, അത് ഭരണഘടന നൽകുന്നതുണ്ട്. പക്ഷെ പ്രിയാമ്പിളിന് പാർലമെന്റിന് ഒരു പവർ നൽകാൻ കഴിയില്ല. പ്രിയാമ്പിൾ വഴി പാർലമെന്റിന് ഒരു പവറും ലഭിക്കുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് എ സോഴ്സ് ഓഫ് പവർ ഫോർ ദി പാർലമെന്റ്. അതുപോലെ തന്നെ പാർലമെന്റിന്റെ പവേഴ്സിന്റെ മേൽ ഒരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻ വെക്കാനും ഈ പ്രിയാമ്പിളിന് പറ്റില്ല. പ്രിയാമ്പിൾ അങ്ങനത്തെ ഒരു സെറ്റപ്പേ അല്ല. പ്രിയാമ്പിളിൽ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്? എല്ലാം കഴിഞ്ഞ് ഭരണഘടനയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു ഡോക്യുമെന്റ്. അല്ലാതെ പ്രിയാമ്പിൾ ഒറ്റയ്ക്ക് നിന്ന് ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പ്രിയാമ്പിളിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ പാർലമെന്റിനെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യണമെങ്കിൽ അത് ഭരണഘടനയിൽ ഉണ്ടാവണം, ഭരണഘടനയുടെ ഉള്ളിലുണ്ടാവണം. ഭരണഘടനയുടെ പാർട്ടാണ് ഈ പ്രിയാമ്പിളെങ്കിലും ഇതൊരു സെപ്പറേറ്റ് ഡോക്യുമെന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഭരണഘടനയിലത്തെ ആർട്ടിക്കിളുകളും ഷെഡ്യൂളുകളും വേറൊരു ഭാഗമായിട്ട് നിൽക്കണം. അപ്പോൾ ഇത് പ്രിയാമ്പിള്, ഇത് റെസ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു റെസ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെന്റിന് പല പവേഴ്സും കൊടുക്കുന്നുണ്ടാവും. പക്ഷെ പ്രിയാമ്പിളിന് നോ പവേഴ്സ് ആണ് കൊടുക്കുന്നത്. കാരണം പ്രിയാമ്പിള് ഇതിന്റെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമ്മറി ഡോക്യുമെന്റ് പോലെയാ. വീട് പണിതിട്ട് മിനിയേച്ചർ ആയിട്ടുള്ള ഒരു രൂപം ഉണ്ടാക്കി. അപ്പൊ മിനിയേച്ചർ രൂപത്തിന് എന്തെങ്കിലും പവർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, വീടിനാണ് പവർ ഉള്ളത്. അതുപോലെ തന്നെ ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് നോൺ ജസ്റ്റിസിബിൾ ആണ്. പ്രിയാമ്പിളിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് നമുക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല. പക്ഷെ പ്രിയാമ്പിൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഭരണഘടനയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ കോടതിയിൽ പോകാൻ. അല്ലാതെ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നോൺ ജസ്റ്റിസബിൾ ആണ്. ഇവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കോടതിയിൽ പോയിട്ട് ഓക്കെ പ്രിയാമ്പിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഈ അധികാരം തരണം, സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്കത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് നമ്മളുടെ ഭരണഘടനയുടെ ഉള്ളിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പ്രിയാമ്പിൾ എന്നുള്ളത് നമ്മളുടെ ഭരണഘടനയുടെ ഭാഗമാണെങ്കിലും ആ പ്രിയാമ്പിൾ മാത്രമായിട്ട് എടുത്തിട്ട് അതിനെ എൻഫോഴ്സിബിൾ ആണെന്നോ അല്ലെങ്കിൽ ജസ്റ്റിസബിൾ ആണെന്നോ അല്ലെങ്കിൽ പാർലമെന്റിന്റെ മേലൊരു റെസ്ട്രിക്ഷൻ ആണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത്രയാണ് നമുക്ക് ആ ഒരു എന്താ പറയുക പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സമിതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മളുടെ ഭരണഘടനയുടെ ഒരു ഭാഗമാണെന്ന്. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് അമെൻഡബിലിറ്റി ഓഫ് ദ പ്രിയാമ്പിൾ ആണ്. നമ്മൾ കണ്ടു നമ്മളെ പ്രിയാമ്പിൾ നമ്മൾ ഒരു വട്ടം അമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അതിനെക്കുറിച്ചാണല്ലോ വിവാദമൊക്കെ നടക്കുന്നത്. നമ്മൾ സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി എന്നുള്ളതൊക്കെ ഇന്ദിരാഗാന്ധി ആഡ് ചെയ്തു. അത് നിങ്ങൾ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നതല്ലേ, ശരിക്കും ഭരണഘടനയിൽ അതില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഭരണഘടനയുടെ ആമുഖം നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റുമോ? അതും ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ബെർബറി യൂണിയൻ കേസിൽ ആദ്യം പറഞ്ഞല്ലോ ഭരണഘടനയുടെ ഭാഗമല്ല ആമുഖം എന്ന്. അപ്പോൾ കേശവാനന്ദ ഭാരതി കേസിൽ പോയിട്ട് അവർ പറഞ്ഞു
നിങ്ങൾ പറഞ്ഞില്ലേ ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന്. അപ്പോൾ ആർട്ടിക്കിൾ 368 പ്രകാരമാണ് ഭരണഘടനയിൽ നമ്മൾ ഭേദഗതികൾ വരുത്തുന്നത്. ഇപ്പോൾ നമ്മളെ വനിതാ ബില്ലൊക്കെ കൊണ്ടുവന്നപ്പോൾ അത് ഭേദഗതിയായിരുന്നു. ആ ഭേദഗതിയൊക്കെ കൊണ്ടുവരുന്നത് ഈ ആർട്ടിക്കിൾ 368 പ്രകാരമാണ്. കാരണം നമുക്കെല്ലാ ചട്ടങ്ങളുണ്ട്. അപ്പോൾ ചട്ടങ്ങളിൽ ഓരോ ആർട്ടിക്കിളുകളിലും പറയുന്നുണ്ട് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഈ ആർട്ടിക്കിൾ 368 കുറിച്ച് നമുക്ക് ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് ഒരു സെപ്പറേറ്റ് ടോപ്പിക് തന്നെയുണ്ട്. അവിടെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കേശവാനന്ദ ഭാരതി കേസിൽ വന്നിട്ട് പറഞ്ഞു പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് നിങ്ങൾ ബർബറി യൂണിയൻ കേസിൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മച്ചാനെ നിങ്ങൾക്ക് ഇത് അമെൻഡ് ചെയ്യാൻ പറ്റുക? ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനയെ അമെൻഡ് ചെയ്യാനല്ലേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞു പ്രിയാമ്പിളിനെ നിങ്ങൾക്ക് അമെൻഡ് ചെയ്യാവുന്നതാണ്. പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ പ്രിയാമ്പിൾ നിങ്ങൾ അമെൻഡ് ചെയ്യുമ്പോൾ കേശവാനന്ദ ഭാരതി കേസിൽ എന്താ നമ്മൾ കൊണ്ടുവന്നത്? ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ. നമ്മളുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കരുത്. ബേസിക് സ്ട്രക്ചറിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഈ സുപ്രീം കോടതി ഇവിടെ വെറുതെ ഇരിക്കണമെന്നല്ല, ഞങ്ങൾ ഇടപെടും എന്ന് പറഞ്ഞു. അപ്പോൾ അമെൻഡബിലിറ്റി ഓഫ് ദ പ്രിയാമ്പിൾ ചോദിക്കുമ്പോൾ എന്താ? പ്രിയാമ്പിൾ ഈസ് അമെൻഡബിൾ. അപ്പോൾ പ്രിയാമ്പിൾ അമെൻഡബിൾ ആണെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണല്ലോ 1976 ഈ കേശവാനന്ദ ഭാരതി കേസ് 1973 അതിൻ്റെ വിധി വന്നത്. എക്സാക്ട്ലി പറയുവാണെങ്കിൽ 1973 ഏപ്രിൽ 23 നമ്മളുടെ ഈ കേശവാനന്ദ ഭാരതി കേസിൻ്റെ വിധി വന്നത്. അപ്പോൾ ഏപ്രിൽ 23 1973 നമ്മളുടെ കേശവാനന്ദ ഭാരതി കേസിൻ്റെ വിധി വന്നതിന് ശേഷം 1976 42ാമത്തെ അമെൻമെൻറ്റ് വഴിയാണ് നമ്മൾ നമ്മളുടെ ഈ ഒരു പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തത്. പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെയാണ് ആഡ് ചെയ്തത്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി എന്നുള്ള വാക്ക്. ഇപ്പോൾ വിവാദം നടക്കുന്നത് എന്താ? ഇന്ദിരാഗാന്ധി ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി ആഡ് ചെയ്തിട്ടുള്ളത് ബേസിക് സ്ട്രക്ചറിനെതിരായിരുന്നു. നമ്മളുടെ ഭരണഘടന ഉദ്ദേശിച്ചതിന് എതിരായിരുന്നു എങ്കിൽ നമ്മളെ സുപ്രീം കോടതി അത് വേണ്ടെന്ന് വെക്കില്ലേ? സുപ്രീം കോടതി പറയില്ലേ ഇത് തെറ്റാണ്, ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് അത് പ്രിയാമ്പിളിൽ നിന്ന് എടുത്തു കളഞ്ഞൂടെ? ഇന്നലെ നമ്മളുടെ റിപ്പബ്ലിക് ഡേയുടെ അന്ന് mygov.in എന്ന mygov.in എന്ന സൈറ്റിൽ ഈ സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഇൻറ്റഗ്രിറ്റി ഒക്കെ എടുത്തു കളഞ്ഞിട്ട് അവർ നമ്മളെ പ്രിയാമ്പിൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാ എടുത്തു കളയുന്നത്? ഇതിന് എന്തെങ്കിലും ഒരു കുറ്റം ഉണ്ടെങ്കിൽ നമ്മളെ സുപ്രീം കോടതി തന്നെ അത് എടുത്തു കളയില്ലേ? സുപ്രീം കോടതി അത് എടുത്തു കളഞ്ഞില്ല. എന്തുകൊണ്ടാണ്? അത് പറഞ്ഞു അത് വാലിഡ് ആണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് വാലിഡ്. അത് എന്തുകൊണ്ടാണ് വാലിഡ് എന്നുള്ളത് നമ്മൾ മുന്നേ തന്നെ ഈ ഒരു ക്ലാസ്സിൽ തന്നെ നമ്മൾ പ്രിയാമ്പിളിൻ്റെ സെക്ഷനിൽ തന്നെ നമ്മൾ പഠിച്ചു. കാരണം സെക്യുലർ എന്നുള്ളത് നമ്മളെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഭരണഘടനാ നിർമ്മാണ സമിതി അത് തന്നെയാണ് ആഗ്രഹിച്ചതെന്ന്. പിന്നെ സോഷ്യലിസ്റ്റിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ DPSPസിൽ നമ്മൾ കാണാൻ കഴിയും. നമ്മളെ ലാൻഡ് റീഡിസ്ട്രിബ്യൂഷനൊക്കെ, ഭൂപരിഷ്കരണമൊക്കെ ഇവിടെ നടത്തിയത് ആ സോഷ്യലിസ്റ്റിൻ്റെ ബേസിലാണ്. പിന്നെ ഇൻറ്റഗ്രിറ്റി ഇവിടെ വേണമെന്നും നമ്മളുടെ ഭരണഘടനാ ശില്പികൾ തന്നെ ആഗ്രഹിച്ചിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഭരണഘടനയിൽ ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ അത് വാലിഡ് ആണെന്ന് നമ്മളുടെ സുപ്രീം കോടതിയും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനി ആർക്കും ഇവിടെ ഇന്ദിരാഗാന്ധി ആഡ് ചെയ്തതല്ലേ, ഇതൊന്നും ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇത്രയാണ് നമുക്ക് പ്രിയാമ്പിളിൽ പഠിക്കാനുള്ളത്. ഇതോടുകൂടി നമ്മൾ പ്രിയാമ്പിൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളുടെ സെക്കൻഡ് ടോപ്പിക് ആണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലത്തെ. അപ്പോൾ ഇത് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളുടെ ഇന്ത്യൻ പോളിറ്റി ബൈ M. ലക്ഷ്മികാന്ത് എന്ന ടെക്സ്റ്റ് ബുക്കിലത്തെ ചാപ്റ്റർ 4 വായിക്കാൻ ശ്രമിക്കുക, പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഞാൻ ക്ലാസ്സിൽ സ്ട്രെസ് ചെയ്ത കാര്യങ്ങൾ അതിൽ മാക്സിമം ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ടെക്സ്റ്റ് ബുക്ക് തന്നെ നിങ്ങളുടെ ഒരു നോട്ടാക്കാൻ ശ്രമിക്കുക. സെപ്പറേറ്റ് ആയിട്ട് ഒരു നോട്ട് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ റിവൈസ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ ബൈ.